കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്ധ്യയുടെ മനോഹാരിതയിൽ ദൈവമക്കൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഈ കൂടാരത്തിലായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകദേശം 2005 കാലഘട്ടത്തിൽ എനിക്ക് ഒരു മാരുതി 800 വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ മാരുതി 800 കാലഹരണപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അന്നത്തെ രാജാവായിരുന്നു മാരുതി 800. ആ 800 വണ്ടി കയറി ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലേക്ക് വരികയാണ്. ആ വീട്ടിലേക്ക് വരുമ്പോൾ അത്രയും കാലം കുഴിയും വീതിയില്ലാത്തതും ഒക്കെയുമായിരുന്ന റോഡിൻ്റെ സ്ഥിതിയിൽ ആ ദിവസം ഞാനൊരു പ്രത്യേകത കണ്ടു. ഈ റോഡിൻ്റെ നടുക്ക് രാത്രി സമയമാണ്. റോഡിൻ്റെ നടുക്കൊരു ശക്തമായ പ്രകാശം ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പ്രകാശം കണ്ടപ്പോൾ സാധാരണ ഭയപ്പെടേണ്ടതാണ്, പക്ഷേ എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. എനിക്ക് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള, വളരെ പ്രത്യാശ നൽകുന്നതോ അല്ലെങ്കിൽ വളരെ സന്തോഷം നൽകുന്നതുമായിട്ടുള്ള ഒരു പ്രകാശമായിട്ട് അതിനെ തോന്നി. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഒത്ത നടുക്കാണ് ഈ പ്രകാശം. ഇപ്പോഴേ പതിവല്ലിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് വളരെ മനോഹരമായ റോഡ് തിരുവനന്തപുരം മുതൽ തീർന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ റോഡിൻ്റെ നടുക്കത്തെ ഈ വെട്ടം കണ്ട് ഞാനിങ്ങനെ നമ്മുടെ നാടങ്ങ് വല്ലാതെ പുരോഗമിച്ചു പോയല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയായല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സന്തോഷമെന്ന് പറയുന്നത് റോഡിൻ്റെ അടിയിൽ കൂടെ പ്രകാശം, ലൈറ്റിൻ്റെ വയറുകളൊക്കെ കൊടുത്ത് ഇങ്ങനെ റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ ഈ പ്രകാശം വെച്ചിരിക്കുകയാണ്. നമ്മൾ സാങ്കേതികമായിട്ട് വല്ലാതെ അങ്ങ് വളർന്നു പോയി, ശാസ്ത്രം വല്ലാതെ അങ്ങ് പുരോഗമിച്ചു പോയി. ഇങ്ങനെയൊക്കെയുള്ള ചിന്തയോടുകൂടി ഞാനിങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഇതിന് കാരണാഭൂതരായിട്ടുള്ള എല്ലാ പുണ്യാത്മാവുകളെയും സ്മരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് വരവേ പെട്ടെന്ന് ഞാൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ ലൈറ്റ്, എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തപ്പോഴത്തേന് അടുത്തതായിട്ട് ഈ വെട്ടം ഒന്നുമില്ല. എനിക്ക് ആകെ വിഷമമായി. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. എൻ്റെ വണ്ടിയിൽ നിന്ന് തട്ടുന്ന വെട്ടമാണ് ഈ റോഡിലെ വെട്ടമായിട്ട് ഞാൻ കാണുന്നത്. പ്രിയപ്പെട്ട ക്രൈസ്തവരായ നമ്മളിൽ നിന്ന് വെട്ടം കണ്ടാണ് മറ്റുള്ളവർ ക്രിസ്തുവിനെ തിരിച്ചറിയേണ്ടത്. നമ്മളിൽ നിന്ന് തട്ടുന്ന ഒരു വെട്ടം കണ്ടാണ് നമ്മൾ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത്. നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ടതാണ്, ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണ്. ക്രിസ്തു നൽകിയ വെട്ടം തട്ടിയവരൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ വെട്ടം തട്ടിയിട്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ? ഈ ഒരു ദിനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ചിന്താധാരയിൽ, എൻ്റെ പരിധിയിൽ വരുന്ന മനുഷ്യരിൽ എനിക്ക് എന്ത് സ്വാധീനം ക്രിസ്തുവിനെ കുറിച്ച് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. ഞാൻ ഇന്ന് ഈ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തടഞ്ഞു നിൽക്കുകയായിരുന്നു. ആ ഒരൊറ്റ വചനം എന്നെ വല്ലാതെ, ആ ബാക്കിയുള്ള പ്രാർത്ഥന കഴിയുന്നിടം വരെയും ആ ഒരൊറ്റ ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അതെപ്പോഴാണെന്നറിയാമോ? അത്യുന്നതൻ്റെ മറയിലിരിക്കുന്നവൻ ദൈവത്തിൻ്റെ നിഴലിൽ മഹത്വപ്പെടുന്നു. ഞാൻ ആലോചിക്കണം, ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം, അത്യുന്നതൻ്റെ മറയിലിരിക്കുന്നവൻ ദൈവത്തിൻ്റെ നിഴലിൽ മഹത്വപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ഞാൻ അന്നേരം ആലോചിച്ച് എന്ത് വേണമെന്നറിയാമോ? നട്ടുവെച്ച നല്ല ചൂടാണ്. ഒരു ദിവസം നല്ല ചൂടത്ത് ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ നല്ലൊരു മരത്തണൽ കേട്ടു. അപ്പോൾ ആ മരത്തണൽ ഞാൻ വേർത്തൊലിച്ച് നിൽക്കുകയാണ്. ഞാൻ പതുക്കെ ചെന്നിട്ട് ഈ മരത്തണലിലേക്ക് നിന്നു. എനിക്ക് വലിയ ആശ്വാസമായി, ഈ തണലിൽ കയറാൻ പറ്റിയല്ലോ എന്നുള്ളൊരു വലിയ സന്തോഷം. പക്ഷെ വേറൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഈ മരത്തണൽ? മരം കൊള്ളുന്ന വെയിലാണ് മരത്തണൽ. ഞാൻ ഏൽക്കേണ്ട വെയില് മരം ഏറ്റെടുത്തപ്പോഴാണ് എനിക്ക് മരത്തണൽ ഉണ്ടായത്. മരത്തണലിൻ്റെ ആ ഒരു ശാദ്വല ഭംഗിയിൽ ഞാൻ കൂടിച്ചേർന്ന് നിന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ടി പീഡകൾ ഏൽക്കുവാൻ, കണ്ടാൽ മനുഷ്യനെന്ന് തോന്നുപോലും ചെയ്യാത്ത രീതിയിൽ വിരൂപനായി തീരുവാൻ നമ്മുടെ ഇടയിൽ ദൈവം അവതരിച്ചു. ദൈവം മനുഷ്യനായി അവതരിച്ചു. അതാണ് ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് പറയുന്നത്. തൻ്റെ പിതാവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവിടെ ദാസന്റെ വേഷം ധരിച്ചു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു.
കുരിശുമരണം വരെ, അതേ മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി അവൻ തന്നെ താഴ്ത്തി. ആകയാൽ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വ ജനപദങ്ങളും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അതായത് സ്വർഗീയമായിട്ടുള്ള നന്മകളുടെ ആ ഒരു അവതാരം അത് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. അവതാരം എന്നുള്ള വാക്ക് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. ദൈവം തന്നെ മനുഷ്യനായിട്ട് കടന്നു വരികയാണ്. ദൈവം മനുഷ്യനാകുമ്പോൾ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം എവിടെ ഇരിക്കുന്നു അവിടം സ്വർഗമാണ്. ദൈവം മനുഷ്യനായാലും അവിടുന്ന് എവിടെയെല്ലാം ചെന്നോ അവിടെയെല്ലാം സ്വർഗമാണ്. അതാണ് അവിടുന്ന് നസ്രത്തിലെ തൻ്റെ ദേവാലയത്തിൽ വന്നപ്പോൾ അവന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് കൊടുത്തു. പുസ്തകം എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ തന്നെ എടുത്തിട്ട് വായിക്കുകയാണ്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കേണ്ടതാണ്. ദരിദ്രരെ, ഞാൻ ഒരുപക്ഷെ എൻ്റെ ജീവിതയാത്രയിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയാകാം, ഒരുപക്ഷെ എൻ്റെ സമ്പത്തിൻ്റെ പ്രയാസത്തിൻ്റെ അവസ്ഥയാകാം, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ അപമാനഭാരമായിരിക്കാം. അപമാനിതനായ വ്യക്തിക്ക് അഭിമാനമാണ് അവൻ്റെ സമ്പത്ത്. നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. ജീവിതയാത്രയിൽ ദരിദ്രനായ ഒരു വ്യക്തിക്ക് അവൻ്റെ ദാരിദ്ര്യം മാറുന്നതാണ് അവൻ്റെ സുവിശേഷം. വിശക്കുന്നവനൊരു വ്യക്തിക്ക് അവൻ്റെ ജീവിതയാത്രയിൽ വിശപ്പ് അറിഞ്ഞ് ഭക്ഷണം ലഭിക്കുന്നതാണ് അവൻ്റെ ജീവിതത്തിലെ സുവിശേഷം. യേശുക്രിസ്തു ഇതെല്ലാമായിരുന്നു. അവൻ്റെ അരികിലേക്ക് കണ്ണീരോടെ വന്ന ഒരാൾ പോലും കരഞ്ഞുകൊണ്ട് തിരിച്ചു പോയിട്ടില്ല. അപ്പൊ എൻ്റെ ദൈവവൈതലെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഞാൻ കണ്ണുനീരോടെ എൻ്റെ കർത്താവിൻ്റെ അരികിൽ ചെന്നാൽ, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കണ്ണുനീരൊഴുക്കിയാൽ, ലോകത്തിൽ ആരുടെ മുമ്പിൽ കണ്ണീരൊഴുക്കാൻ എന്നെ വിടാത്ത എൻ്റെ സ്വർഗത്തിലെ സ്നേഹമാണ്, എൻ്റെ സ്വർഗത്തിലെ സ്നേഹ അപ്പനാണ് എൻ്റെ ദൈവം എന്നുള്ള തിരിച്ചറിവ് വേണം. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നനായ യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്നുള്ള തിരിച്ചറിവ് ദൈവവൈതലെ ഈ രാത്രിയിൽ നമ്മുടെ കോട്ടയായി തീരട്ടെ. വിശ്വാസത്തിൻ്റെ പ്രോജ്വല കിരണങ്ങൾ നമ്മളിലേക്ക് വീശുന്ന അനുഗ്രഹമായി മാറട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്നത്തെ ഈ രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുമ്പോൾ, വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എന്ന് വേദവചനം നമ്മളോട് പറയുന്നു. ഞാനും നിങ്ങളും പ്രകാശമാണെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാനായിട്ട് വേറൊരു കാര്യം ആവശ്യമില്ല. ഉദാഹരണമായിട്ട് ഇരുട്ടിൽ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും ആളുകൾ വഴിതെറ്റിയൊക്കെ പോകുമ്പോൾ അവർ ഏതെങ്കിലും ഒരു വെട്ടം കണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ ഈ റിഫ്ലക്ടറിനെ കണ്ട് യാത്ര ചെയ്തതുപോലെ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞാണ്, ഒരു ഡ്രൈവറായിട്ടുള്ളൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞാണ്, അച്ഛാ എവിടെയെങ്കിലും ഒരു ലോങ് റൂട്ടിൽ പോവുകയാണെങ്കിൽ ഒറ്റ കാര്യം മാത്രം അച്ഛൻ നോക്കിയാൽ മതി. ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റോഡിലെ റിഫ്ലക്ടർ നോക്കി അതെങ്ങോട്ട് പോകുന്നോ അതൊരു മെയിൻ പ്ലേസിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ എത്തിക്കും. അതുപോലെ ഒരിക്കലൊരു പ്ലെയിൻ അപകടം ഉണ്ടായി. അതിൽ ഒരു ആൾ മാത്രം രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ആൾ ചെയ്തു പറഞ്ഞ ആമസോൺ വനത്തിലായിരുന്നു ചാടിയത്. ഈ ചാടിയ ആളെന്ത് ചെയ്തറിയാമോ? ഈ ഫ്ലൈറ്റിനകത്ത് കുറേ ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും മരിച്ചുപോയി. ആ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇവരെ ഇറങ്ങി തിരിച്ച് അവിടുന്ന് യാത്ര ചെയ്യാണ്. അവരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, ഈ ആമസോൺ വനത്തിൽ കിടക്കുന്ന ഞാൻ എങ്ങനെ രക്ഷ പ്രാപിക്കും? വലിഞ്ഞും നീണ്ടുമൊക്കെ ശരീരത്തിൻ്റെ മുറിവുകളൊക്കെ ആയിട്ട് ഇവർ നീങ്ങുകയാണ്. പക്ഷെ അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ജലമുള്ളിടത്ത് മനുഷ്യനുണ്ട്. ജലത്തിന് അതുകൊണ്ട് അവരൊരു നദിയുടെ ഓരം ചേർന്ന് നടന്ന് അവർ ഏതോ ഒരു സ്ഥലത്തെത്തി. അവിടെ തളർന്നു വീണു. ആ സ്ഥലത്തുള്ള ഗ്രാമവാസികളെല്ലാം കൂടെ അവർ ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ ഒരു വർഷങ്ങൾക്ക് ശേഷം ഒരു പ്ലെയിൻ അപകടത്തിൽ നിന്ന് തകർന്നു വീണതിന് ശേഷം രക്ഷപ്പെട്ട ഒരു അനുഭവം പറയുന്നുണ്ട്. അതാണ് കർത്താവ് പറയുന്നു, ജീവജലത്തിന്റെ അരുവി, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് കുടിച്ചുകൊള്ളട്ടെ. അതായത് നീ ദരിദ്രനാണോ ദൈവവൈതലേ, നിന്റെ ജീവിതയാത്രയിൽ നീ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഒരുപക്ഷെ സ്നേഹമില്ലാത്ത ഒരവസ്ഥയുടെ ദാരിദ്ര്യം, വീട്ടിൽ ആരും അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത ഒരു ജീവിതത്തിന്റെ അവസ്ഥ, ഇങ്ങനെ നമുക്കെല്ലാം ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. സാമ്പ്രാണിത്തിരിയുടെ പരസ്യമല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ 100 കൂട്ടം കാരണങ്ങളുണ്ട്. അതിന് പരിഹാരമുള്ളവന്റെ അരികിലേക്കാണ് നമ്മൾ ചെല്ലേണ്ടത്.
അതായത് കർത്താവ് പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും കടന്നു പോയേക്കാം, പക്ഷെ എൻ്റെ വചനം മാറ്റപ്പെടുകയില്ല. മാറ്റപ്പെടാത്ത വചനത്തിൽ ഞാൻ ശരണപ്പെടുമ്പോൾ എൻ്റെ ജീവിതയാത്രയിൽ ചുരുളഴിയുവാനും പ്രകാശം പരക്കുവാനും എൻ്റെ ദൈവം സുവിശേഷമായി എൻ്റെ മുമ്പിൽ അവതരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ കുരിശിൻ്റെ വഴിയിലേക്ക് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ പ്രകാശം, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം തട്ടി ജീവിതം മാറിയ കുറെ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കർത്താവായ കുരിശ്, യേശുവിൻ്റെ കുരിശിനെ പറ്റി നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈ കുരിശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണശേഷമുള്ള കുരിശിൻ്റെ ഗതിയല്ല യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് മുമ്പുള്ള കുരിശിൻ്റെ സ്ഥിതി. നമുക്കറിയാം, യേശുക്രിസ്തു കാലത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അച്ചുകണ്ട് എന്ന് പറയാം. യേശുക്രിസ്തു എന്ന് പറയുന്ന അച്ചുകണ്ടിന് ചുറ്റുമാണ് കാലം കറങ്ങുന്നത്. AD എന്നും BC എന്നും, ബിഫോർ ക്രൈസ്റ്റ് അന്നോ ഡോമിനി. അതായത് യേശുക്രിസ്തുവിന് മുമ്പൊരു കാലമുണ്ട്, യേശുക്രിസ്തുവിന് പിമ്പ് ഒരു കാലമുണ്ട്. അപ്പൊ കാലചരിത്രത്തെ മുഴുവൻ നിർണ്ണയിക്കുന്ന ഒരു വ്യക്തിത്വം യേശുക്രിസ്തുവാണ്. നമ്മൾ ഈ പലപ്പോഴും പള്ളി തകർത്തു, കുരിശടി തകർത്തു എന്നൊക്കെ പറയുമ്പോൾ നോക്കാൻ വലിയ സങ്കടമാണ്, ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഈ കുരിശടി തകർക്കുന്നവനോട് സമയം ചോദിക്കണം. സമയം ചോദിച്ചാൽ അവൻ അറിയാതെ യേശുവിനെ ഏറ്റു പറയുകയാണ്. അവൻ പറയുന്നത് എന്താണ്? യേശുക്രിസ്തു മരിച്ചിട്ട് 2023 വർഷമായി, 11 മാസമായി, 12 മണിയായി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശേഷത്തിനുള്ള കാലത്തിലാണ് അവൻ നിൽക്കുന്നത്. അവന്റെ വാച്ചിലെ സമയവും മാറ്റിയെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിനെ ഓർക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞാൻ ഈ പറഞ്ഞ വാക്കൊന്ന് ചിന്തിക്കണം. ആ കുരിശടി താർത്തുകൊണ്ടോ അല്ലെങ്കിൽ പള്ളി താർത്തുകൊണ്ടോ ഒന്നും യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകത്തില്ല. കാരണം അവന്റെ ജീവിതത്തിന്റെ സമയം പറയുമ്പോൾ അവന് അറിഞ്ഞോ അറിയാതെയോ, യേശുക്രിസ്തുവിനെ അറിഞ്ഞില്ലെങ്കിലും അവൻ പറയുന്നതാണ്, യേശുക്രിസ്തുവിന് ശേഷം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവനാണ് ഞാൻ 100 കൊല്ലം ജീവിച്ചെങ്കിൽ യേശുക്രിസ്തുവിന്റെ കാലത്തിൽ, യേശുക്രിസ്തുവിന്റെ ശേഷമുള്ള കാലഘട്ടത്തിൽ അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് പ്ലഗ് ചെയ്യുന്ന ഒന്ന് മാത്രമാണ് എൻ്റെ കാലം. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ഊർജ്ജം എടുക്കേണ്ടത് യേശുക്രിസ്തുവിൽ നിന്നാണ്, പ്രകാശം എടുക്കേണ്ടത് യേശുക്രിസ്തുവിൽ നിന്നാണ്. അപ്പോൾ ഒരു കാലത്തിന്റെ സമയം നമുക്ക് ഒരിക്കലും യേശുക്രിസ്തുവിനെ ഓർക്കാതെ പറയാൻ പറ്റത്തില്ല. കുരിശടി തകർക്കാൻ പറ്റും, പള്ളി തകർക്കാൻ പറ്റും, പക്ഷെ ഒരു സമയം പറയുമ്പോൾ യേശുക്രിസ്തു ജനിച്ചിട്ട് ഇത്ര വർഷമായി, ഇത്ര മാസമായി, ഇത്ര സമയമായി, ഇത്ര സെക്കൻഡായി, അടുത്ത ഒരു സെക്കൻഡ് പറയുമ്പോൾ അത് നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ സമയം പറയണമെങ്കിൽ യേശുക്രിസ്തുവിനെ ഓർത്തെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുരിശിനും ഒരു AD യും BC യും ഉണ്ട്. യേശുക്രിസ്തുവിന് മുമ്പും ഉള്ള കുരിശിന്റെ സ്ഥിതിയല്ല യേശുക്രിസ്തുവിന് ശേഷമുള്ള കുരിശിന്റെ സ്ഥിതി. നമ്മൾ ഈ കഴുത്തിൽ ഇപ്പോൾ ഒത്തിരി പേര് കുരിശ് ധരിക്കുന്നുണ്ട്. ഞാൻ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സൊക്കെ അവർ നല്ല മനോഹരമായ വെള്ള വേഷത്തിന്റെ മുകളിൽ ഈ കറുത്ത കുരിശുമൊക്കെ ഇടുമ്പോൾ അതിനൊരു മനോഹാരിതയുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും മനോഹരമായിട്ട് കുരിശുമൊക്കെ ഇട്ട് ഇരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ഈ സ്പോർട്സ് ഒക്കെ കഴിയുമ്പോൾ ചില ക്രിസ്ത്യൻ കൺട്രീസിൽ നിന്നുള്ള ആളുകളുണ്ട്. അവർ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ക്രോസ് എടുത്ത് മുത്തുമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ്. കാരണം ഈ ക്രോസിനെ അവർ സ്നേഹിക്കുന്നല്ലോ, ഈ ക്രോസിനെ അവർ ബഹുമാനിക്കുന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്. പക്ഷേ ഇതായിരുന്നില്ല പണ്ടത്തെ സ്ഥിതി. പണ്ടത്തെ സ്ഥിതി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, നമ്മൾ വേദോത്സവത്തിൽ പൗരസ്ത്യോപസ്തലൻ വളരെ സങ്കടം നിറഞ്ഞ ഒരു കാലഘട്ടത്തെ പറ്റി വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. 1 കോറിന്തോസ് 1:23, 1, 2, 3 എന്നോർത്താൽ മതി. 1 കോറിന്തോസ് 1:23 അത് പറയുകയാണ്, ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്കതൊന്ന് ഒരുമിച്ച് പറയാം. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു വിലയുമില്ലാത്തൊരു കാര്യമാണ്. യഹൂദരാരും അത് അംഗീകരിച്ചു കൊടുക്കത്തില്ല. വിജാതിയർക്ക് ഇത് ഭോഷത്വമാണ്. ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഭോഷത്വമായിട്ട് അവർക്ക് തോന്നുന്നതെന്നുള്ളത് ഗലാത്യ ലേഖനം 3:13 പറയുന്നുണ്ട്. അത് പറയുന്ന വാക്ക് പ്രകാരമാണ്, മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെങ്കിൽ ക്രിസ്തുവിനെ ആരാധിക്കുക എന്ന് പറയുന്നത് വിജാതിയർക്ക് ഭോഷത്വമാണ്, യഹൂദർക്ക് ഇടർച്ചയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കുരിശിൽ മരിക്കുമ്പോൾ എന്താണ് എന്നെ സംഭവിക്കുന്നത്? ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിക്കുന്നു രക്ഷകൻ ദൈവം,
മരത്താലെ വന്ന പാപങ്ങൾ മരത്താലെ മായ്ക്കുവാനായി മരത്തിന്മേലാർത്തനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. മരത്താലെ വന്ന പാപങ്ങൾ മരത്താലെ മായ്ക്കുവാനായി മരത്തിന്മേൽ ആർത്തനായി തൂങ്ങി മരിച്ചവനാണ് എൻ്റെ കർത്താവ്. അവൻ എൻ്റെ നാമത്തെ പ്രതിയാണ് ശപിക്കപ്പെട്ടവന്റെ കുരിശ് സ്വീകരിച്ചത്. എൻ്റെ നാമത്തെ പ്രതിയാണ് അവൻ അടിയേറ്റത്. എൻ്റെ നാമത്തെ പ്രതിയാണ് അവൻ മുഖത്ത് തുപ്പലേറ്റത്. എൻ്റെ നാമത്തെ പ്രതിയാണ് അവൻ മുൾമുടി ചാർത്തിയത്. ചതഞ്ഞ ഞാങ്ങണ മുറിക്കാത്തവൻ, മങ്ങിയ തിരികെടുത്താത്തവൻ, എന്നെപ്പോലുള്ളൊരു മഹാഭാവിയോട് ദൈവം കാണിച്ച കരുണയുടെ മുമ്പിൽ നമ്മൾ ഓർക്കുന്നു. മരത്താലെ വന്ന പാപങ്ങൾ മരത്താലെ മായ്ക്കുവാനായി കുരിശിന്മേലാർത്തനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. മരത്താലെ വന്ന പാപങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ അറിയുന്നുണ്ട്. വേദോത്സവത്തില് മാലാഖമാരെ പറ്റി പറയുമ്പോൾ ഒരു മാലാഖ സ്വർഗത്തില് അഹങ്കാരം കാണിച്ച് ലൂസിഫർ എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. നമ്മൾ ഇതിനെപ്പറ്റിയുള്ള പരാമർശം യെശയ്യായുടെ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? വൃക്ഷത്തിന്റെ പുത്രനായ പ്രഭാനക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വിട്ടുവീഴ്ത്തപ്പെട്ടു? ജനതകളെ ഭരിച്ചിരുന്ന നീ എങ്ങനെ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ അത്യുന്നതിനുപരിയായി എൻ്റെ സിംഹാസനം സ്ഥാപിക്കും, അത്യുന്നതിൻ്റെ നക്ഷത്രങ്ങൾക്കുപരിയായി എൻ്റെ സിംഹാസനം സ്ഥാപിക്കും, ഞാൻ ദൈവത്തെ പോലെയാകും. സൃഷ്ടാവിനെ പോലെ ആകാൻ ശ്രമിച്ചപ്പോൾ വെളിപാടിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് എതിരിട്ട് പോരാടി. ആ പുരാതന സർപ്പം സർവ്വജനത്തെയും വഞ്ചിക്കുന്ന പിശാചെന്നും സാത്താനെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടൊപ്പം അവന്റെ ദൂതന്മാരും. ദിവസം പറഞ്ഞിരിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകവുമായിട്ട് നമ്മളെ ബന്ധിപ്പിച്ച് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവത്തെ പോലെ ആകാൻ അഹങ്കാരം മൂലം ശ്രമിച്ചപ്പോൾ ഈ മാലാഖയ്ക്ക് അവിടെ ഇടമില്ലാതാവുകയും മിഖായേൽ എന്ന് പറയുന്ന മാലാഖ എതിരിടുകയും ആ എതിരിട്ട മാലാഖ ഇതിനെ ഭൂമിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു എന്ന് വേദോത്സവം നമ്മളോട് പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിഖായേലിനെ പറ്റിയുള്ള പരാമർശം ദാനിയേലിന്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. അതായത് ഈ നാരകീയ ശക്തികൾക്കെതിരെ എതിരിടാൻ മിഖായേൽ അല്ലാതെ മറ്റാരും ഇല്ല എന്ന് വേദോത്സവത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇന്ന് പൈശാചിക ശക്തികൾക്കെതിരെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതയാത്രയെ സംരക്ഷകനായിട്ടും ഒക്കെ മിഖായേലിനെ ഓർത്ത് അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം അത് വളരെ അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണെന്ന് പ്രത്യേകമായിട്ട് ഈ രാത്രിയിൽ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മരത്താലെ വന്ന പാവം, അതിനെപ്പറ്റി ഞാൻ ഒരുപാട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതിന്റെ ഒരു ചുരുക്കെഴുത്ത്, രത്നച്ചുരുക്കം റോമാലേഖനം 5:12 നമ്മളോട് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു, അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. പറയുന്നതാണ്, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു, അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. അപ്പൊ മരണം എല്ലാവരിലും വ്യാപിച്ചപ്പോൾ മരണത്തിൽ കിടക്കുന്നവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കുഴിയിൽ ഞാൻ കിടക്കുകയാണെങ്കിൽ കുഴിയിലുള്ള ഒരാൾക്ക് എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല, മറിച്ച് കുഴിയുടെ പുറത്തുനിന്ന് ഒരാൾ നിൽക്കുന്നെങ്കിലേ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം മനുഷ്യനായി പിതാവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ വേഷം ധരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. നമ്മൾ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായി കന്യമറിയാമെന്ന് നിന്നിച്ച് പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമ്മൾ നിഖ്യായിലെ വിശ്വാസ പ്രമാണത്തിലും പറയണം, അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്, മരിച്ച് അടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നുണ്ട്. ഈ അടക്കപ്പെടുക എന്ന് പറയുന്നത് കുരിശുമരണവുമായിട്ട് ചേർത്ത് വെച്ച് ഒന്ന് വായിക്കാൻ ഈ രാത്രി നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യേശുവിൻ്റെ മരണം നമ്മുടെ ജീവിതയാത്രയിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കുന്നത്? യേശു എന്ന സ്നേഹത്തെ തിരിച്ചറിയുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ മാറുന്നത്. സ്നേഹം തന്നെയായ കർത്താവിനെ തിരിച്ചറിയുമ്പോഴാണ്. നമ്മൾ മരണശേഷം
ഈ മരിച്ചു എന്ന് ഡോക്ടർ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാം ഒരു മെഡിക്കൽ ഡോക്ടറുടെ യൂട്യൂബിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹം ആ ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞതാണ്, മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ആത്മാവ്, നമ്മളൊരു മുഷിഞ്ഞ ഉടുപ്പ് എങ്ങനെ നമ്മൾ വലിച്ചെറിയുന്നോ അതുപോലെ ശരീരം അങ്ങ് മാറിപ്പോകും, ശരീരം അങ്ങ് ഇല്ലാതാകും. എന്നിട്ട് നമ്മളാകുന്ന ഈ പറയുന്ന സത്വഭാവം ഇതങ്ങ് മാറും, ഇതങ്ങ് ഉയരും. അതിങ്ങനെ മുറിയുടെ ഉയരങ്ങളിലേക്ക് ഉയരും. അങ്ങ് ലഘുത്വമാണ് അവിടെ അനുഭവിക്കുന്നത്, ഭാരമില്ലായ്മ. അപ്പോൾ അതിനകത്ത് അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അവിടെ ഉള്ള എല്ലാം അറിയാം. യേശുക്രിസ്തു കണ്ടല്ലേ അകത്തെ മുറിയിലേക്ക് വരുന്നില്ലേ. ഇതുപോലെ ഡ്രോയറിനകത്ത് നമ്മൾ വളരെ സൂക്ഷിച്ച് ആരെയും കാണിക്കാൻ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇതിന് കാണാം, ഈ ആത്മാവിന് കാണാം. പിന്നെ അടുത്തായിട്ട് കാണുന്ന പറഞ്ഞാൽ ആത്മാവ് ഒരു വലിയ കുഴലിനകത്തിൽ കൂടി ഇങ്ങനെ വലിയ വേഗത്തിൽ, ആ സമയത്ത് വലിയ ഭയമാണെന്നാണ് പറയുന്നത്. ആ കുഴലിലൂടെ വളരെ വേഗത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യും. യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദൂരെ ഒരു പ്രകാശം കാണാം. ആ പ്രകാശത്തൊക്കെ ഒരു കാന്തിക ആകർഷണം പോലെ, തിരിച്ചു വരാൻ ഇഷ്ടമില്ലാത്തതുപോലെ ആ പ്രകാശത്തോടെ വരും. അങ്ങനെ പലരും കണ്ടുള്ളത് അവിടെ യേശുക്രിസ്തുവിനെയാണ്. ആ പ്രകാശം വളർന്ന് യേശുക്രിസ്തുവായിട്ട് രൂപം കൊള്ളുന്നതും ഏറ്റവും അവസാനം അവരോട് ഇങ്ങനെ കൈകൾ കാണിക്കുമ്പോഴത്തേന് അപ്പം ഇയാളിനപ്പം വലിയ ഉത്കടമായ ആഗ്രഹമാണ് യേശുവിലേക്ക് അങ്ങ് ചേരാൻ. പക്ഷെ ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അന്ന് വരെയുള്ള ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും ഓർമ്മയിലേക്ക് വരും. അവിടെ വന്നിട്ട് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ തടസ്സമായിട്ട് മാറും. അതാ പറയുന്നത്, നിന്റെ പാപം കർത്താവിൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അപ്പം ആ സമയത്താണ് നമ്മുടെ ജീവിതയാത്ര ഏറ്റവും വലിയ വേദന. അതായത് കർത്താവിനോട് അടുക്കാൻ ആഗ്രഹിച്ചിട്ടും നമുക്ക് കഴിയാത്ത രീതിയിൽ നമ്മുടെ പാപങ്ങൾ പ്രതിബന്ധമായിട്ട് നിലനിൽക്കുന്നു. അതാണ് ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അവിടെ അങ്ങനെയുള്ള അനേകം മനുഷ്യർക്ക് ദൈവം തമ്പുരാൻ തിരിച്ച് ഭൂമിയിൽ വരാൻ അനുഗ്രഹം കൊടുത്തു. അനുഗ്രഹം കൊടുത്തപ്പോൾ അവർക്ക് പറ്റിയ എന്താ അറിയാമോ? അവർ ഭൂമി വന്നപ്പോഴത്തേക്കിന് പിന്നീട് അവർക്ക് കാറിനോട് സ്നേഹമില്ല, വീട്ടിലെ ഇങ്ങനെയുള്ള സാമ്പത്തികമായ കാര്യങ്ങളെ പറ്റി ഒരു ശ്രദ്ധയില്ല. അവർക്കങ്ങ് സ്നേഹം മാത്രമേ ഉള്ളൂ. എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവർക്കും സ്നേഹം കൊടുക്കുകയാണ്. അപ്പം അവരുടെ മനസ്സിൻ്റെ തലം അങ്ങ് ഉയരുകയാണ്, വല്ലാത്ത വിശാലമായ ഒരു തലത്തിലേക്ക് ഉയരുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സ് നല്ലതാകാൻ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? മറ്റുള്ളവരെ വളർത്തുക എന്നുള്ളതാണ്, മറ്റുള്ളവരുടെ നന്മ പറയുക എന്നുള്ളതാണ്. ഇത് നമുക്ക് മനസ്സിന് വളരെ സന്തോഷം തരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, പല ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റമരങ്ങളായിട്ട് മാറരുത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾ ഒരു ഒറ്റ മരമായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക. ആ ഒറ്റ മരമാണെങ്കിൽ അടുത്തായിട്ട് തന്നെ ഏത് കാറ്റടിച്ചാലും ആ കാറ്റ് മുഴുവൻ നിങ്ങളുടെ മണ്ടയ്ക്ക് വരും, ഏത് വെയിലടിച്ചാലും നിങ്ങളുടെ മുകളിൽ തന്നെ വരും. പക്ഷെ നിങ്ങൾ അതിന് ചുറ്റിനും കുറേയേറെ മരങ്ങൾ വളരാനായിട്ട് അനുവദിച്ചാലോ, ആ വളരാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ആളുകൾ അവിടേക്ക് ഓടിക്കൂടും. ഇതിനെ അവർ ഗാർഡൻ എന്ന് വിളിക്കും. അതുപോലെ തന്നെ പക്ഷികൾ വന്ന് അതിൻ്റെ മുകളിൽ ചേക്കേറും. വളരെ മനോഹരമായ കാറ്റ് വന്ന് അടിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ ഞങ്ങളുടെ ചേട്ടനെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞുകൊണ്ട് മരത്തിന് ചുറ്റും ഇങ്ങനെ നിൽക്കും. അപ്പം ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, വളർത്തുന്നവർ മാത്രമേ വളർന്നിട്ടുള്ളൂ. ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളർത്തുന്നവരായിരിക്കണം. നിങ്ങൾ തളർത്തുന്നവരാണെങ്കിൽ ഏറെക്കാലം നിങ്ങൾ പോകത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരാളെപ്പറ്റി പോസിറ്റീവായിട്ട് പറയുക, ഒരാളെ എങ്ങനെയെല്ലാം എൻകറേജ് ചെയ്യാമോ അങ്ങനെയെല്ലാം എൻകറേജ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു സുവിശേഷമായിട്ട് യേശുവിൻ്റെ പ്രകാശം കൊടുക്കുന്നവരായിട്ട് മാറുക. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു നന്മയുണ്ട്. ആ നന്മയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പ്രകാശം എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ആ നന്മ അത് ഒരു ഉദാഹരണ സഹിതം ഒന്ന് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കാം. ഞാനൊരു ദേവാലയത്തിലായിരിക്കുമ്പോൾ ആ ദേവാലയത്തിലെ ഒരമ്മച്ചിയെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ അമ്മച്ചിയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നതിന് കാരണവും വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നതാണ്. ഞാനിപ്പോൾ അച്ഛനായിട്ട് 10-30 വർഷമായി. അപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരമ്മച്ചി, ഈ അമ്മച്ചിയെ ഞാൻ അത്രമാത്രം സ്നേഹിക്കാനും ഈ രാത്രിയിൽ നിങ്ങളുടെ അരികിൽ നിന്ന് പറയുവാനും ഇടയാകുന്നെങ്കിൽ അതിൻ്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ ക്രിസ്തുവിനെ കണ്ടത് ഈ അമ്മച്ചിയിലാണ്. ക്രിസ്തുവിനെ കണ്ട മനുഷ്യൻ്റെ ഒരു മുഖം ഈ അമ്മച്ചിയിലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന അതിലൊരു സംഭവം കൂടെ ഉണ്ട്. ഈ അമ്മച്ചിക്ക് ഒരു 3-4 മക്കളായി കഴിഞ്ഞപ്പോഴത്തേന് ഇവരുടെ ഭർത്താവ് ഒരു സുപ്രഭാതത്തിൽ വീടും കൂടും ഒക്കെ വിട്ടിട്ട് അയാൾ ഈ പ്രയാസം നേരിടുക്കാൻ പറ്റാമെന്നുണ്ട് അയാൾ ഒറ്റ പോക്കങ്ങ് പോയി. അയാൾ അവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞിട്ട് ഈ അമ്മച്ചിക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല, തീരെ പാവപ്പെട്ട ഒരു സംവിധാനത്തിലുള്ള ഒരു അമ്മച്ചി. ഈ അമ്മച്ചി അടുത്തായിട്ട് എന്ത് ചെയ്തു, അമ്മച്ചി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ക്രൂശിതന്റെ അരികിൽ എൻ്റെ കുരിശുമരണങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞ് ചങ്കുപൊട്ടി കരഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ, ലോകം സഹായിക്കാനില്ലാത്തൊരവസ്ഥ. ഈ അമ്മച്ചി എന്ത് ചെയ്തറിയാമോ?
അയൽവക്കത്തൊക്കെയുള്ള ധനവാന്മാരായ 3-4 പേരുടെ വീടുകളിൽ പോയി അവർ 2-3 മണിക്കൂർ വെച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. ആ വീടുകളിൽ നിന്നൊക്കെ ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. പകുതി വിശറുന്നും പകുതി പട്ടിണി കിടന്നും വയറുമുറുക്കി കൊടുത്തും ഒക്കെ ഈ കുഞ്ഞുങ്ങൾ വളർന്നു. അമ്മച്ചി അതിലും ദാരിദ്ര്യം അനുഭവിച്ച് വളർന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ 80 ഒക്കെ കാലഘട്ടമാണ്, 1980 കാലഘട്ടങ്ങളാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം ഗൾഫിൽ പോകുന്ന ഒരു സമയമാണ്. ആ സമയം ഗൾഫ് ഒരു പുഷ്കല കാലഘട്ടത്തിൻ്റെ ഒരു സമയമാണ്. ഈ സമയത്ത് അമ്മ ജോലി ചെയ്യുന്ന ഒരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, സാറേ കണ്ടില്ലേ, ഞാൻ എത്ര നാളായിട്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. എൻ്റെ മൂത്ത മോനെ ഒന്ന് കൊണ്ടുപോയി സാറ് വിചാരിച്ചാൽ അവൻ്റെ കണ്ണ് തെളിയും, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കണ്ണുനീര് മാറും, സാർ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യന് അലിവ് തോന്നിയിട്ട് മൂത്ത പയ്യനെ ഗൾഫിൽ കൊണ്ടുപോയി. നമുക്കറിയാം പഴയ കാലത്തെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ 6-7 പേരുള്ളപ്പോൾ മൂത്ത കുട്ടി അവർക്ക് അമ്മയും അപ്പനുമായിരുന്നു. ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിയെ വിളിക്കുന്നത് മേരിയമ്മച്ചി എന്നാണ്. ഏറ്റവും മൂത്ത ചേച്ചിയെ വിളിക്കുന്നത് മേരിയമ്മച്ചി എന്നായിരുന്നു. അമ്മച്ചി മരിച്ചുപോയി. അതായത് അമ്മ പറയുന്നതാണ്, ചെറിയ പ്രായത്തിൽ എന്നെ എടുത്തുകൊണ്ട് നടന്നതും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതും മേരിയമ്മച്ചിയാണ്. അപ്പോൾ അറിയാതെ അമ്മച്ചി ചേച്ചിന്ന് വിളിക്കേണ്ടത് അമ്മച്ചിന്ന് വിളിച്ച് പഠിച്ചു. അതായത് അമ്മ ഹൃദയം ഈ ചേച്ചി കൊടുത്തപ്പോൾ അത് അമ്മച്ചിയായി മാറി. അപ്പൊ ഇതുപോലെ നമ്മൾ ആർക്ക് ഒരു അമ്മ ഹൃദയവും അപ്പൻ ഹൃദയവും കൊടുത്താലും അവരെല്ലാം നമ്മളെ അമ്മ അപ്പൻ എന്ന് വിളിക്കും. അത്രമാത്രം നമ്മളെ അവർ സ്നേഹിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടായിരിക്കണം. അതാണ് എപ്പോഴും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഈ അമ്മച്ചിയുടെ ജീവിതയാത്രയിൽ ഈ മൂത്ത മകൻ പോയി, അവൻ അതിന്റെ പിന്നാലെ ബാക്കിയുള്ള പിള്ളേരെ എല്ലാം കൊണ്ടുപോയി. അങ്ങനെ ഈ കുടുംബം വല്ല ദൈവനമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഉയർന്ന നിലയിലേക്ക് എത്തി. അമ്മച്ചിയുടെ ഏത് കാര്യം പറഞ്ഞാലും അവര് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ അതെല്ലാം ചെയ്തു കൊടുക്കും. അമ്മച്ചി അത്രമാത്രം അവർക്ക് സ്നേഹമാണ്. കാരണം പറക്കം പറ്റാത്ത പ്രായത്തിൽ തങ്ങൾക്ക് ചിറകുകൾ തന്നതാണ് തങ്ങളുടെ അമ്മ എന്നുള്ള ബോധ്യം ഈ മക്കൾക്ക് അതുപോലെയുണ്ട്. അപ്പൊ അവരത്രയും തീവ്രമായിട്ട് ഈ അമ്മച്ചിയെ സ്നേഹിച്ചു വന്നു. പക്ഷെ ഒരു ദിവസം അമ്മച്ചിയോട് ഉടക്കേണ്ടി വന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മച്ചി ഒരു ദിവസം മക്കളോട് പറഞ്ഞു, മക്കളെ, അമ്മച്ചിയുടെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ അപ്പച്ചൻ ഈ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിൽ വന്ന് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലുമുള്ള ശക്തിയില്ല, ആരും നോക്കാനില്ലാതെ അദ്ദേഹം കിടന്ന് കഷ്ടപ്പെടുകയാണ്. മക്കള് പോയിട്ട് ഈ അപ്പച്ചനെ കൂട്ടിക്കൊണ്ടു വരണം. മക്കളുടെ കണ്ണൊക്കെ ചുമന്നു. അവർ പറഞ്ഞു, പറക്കമുറ്റാത്ത പ്രായത്തിൽ ഞങ്ങളെ കളഞ്ഞിട്ട് പോയാത്ത അപ്പനെ ഈ വയ്യാത്ത കാലത്ത് ഏറ്റെടുക്കേണ്ട യാതൊരു ചുമതലയും ഞങ്ങൾക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ നോക്കത്തേയില്ല എന്ന് പറഞ്ഞു. ഉടനെ അമ്മച്ചി പറഞ്ഞു, മക്കളെ, എന്നെ നിങ്ങൾ കണ്ണീരിലാഴ്ത്തരുത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, മക്കളെ, നിങ്ങൾ എന്നെ പൊന്നുപോലെ നോക്കുന്നു. നിങ്ങൾ അത്രയും നല്ല മക്കളായതുകൊണ്ടാണ് എന്നെ പൊന്നുപോലെ നോക്കുന്നത്. ഞാൻ വിവാഹിതയായതുകൊണ്ടും ആ മനുഷ്യൻ നിങ്ങളുടെ അപ്പനായതുകൊണ്ടുമാണ് നിങ്ങൾ ഈ ഭൂമി കണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചോരയാണ് നിങ്ങളുടെ ഞരമ്പുകളിൽ തുടിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയൊരു കടം എനിക്കെൻ്റെ ഭർത്താവിനോടുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ പോയി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ മക്കളെ എന്നിട്ട് ഈ അപ്പനെ കൂട്ടിക്കൊണ്ടുവന്നു. ഈ അമ്മച്ചി പൊന്നുപോലെ ഈ അപ്പനെ നോക്കി. ഒരു രാത്രിയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. എൻ്റെ ബെഡിൻ്റെ അടുക്കലായിട്ട് ഞാൻ ഫോൺ വെച്ചിരിക്കുകയാണ്. രാത്രിയിൽ 1 മണി 2 മണിയൊക്കെ ആ സമയമായി. അപ്പോൾ ഫോൺ കോൾ വന്നപ്പോൾ ഉടൻ തന്നെ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ അങ്ങേ തലയ്ക്കപ്പോൾ അരയ്ക്കൽ ആ ഇടയ്ക്ക് അവധിക്ക് വന്നിട്ടുള്ള അമ്മച്ചിയുടെ മകനാണ്. അമ്മച്ചിയുടെ മകൻ എന്നോട് വിളിച്ചു പറഞ്ഞു, അച്ഛാ, ആശുപത്രിയിലേക്കൊന്ന് വരണം, ഒരു അന്ത്യകൂദാശ കൊടുക്കാനാണ്, അച്ഛൻ വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയൽവക്കത്തെ ഒരു അച്ഛനെ വിളിച്ചു. അച്ഛനെ നേരം പണിയടിച്ചതിന് ശേഷം അച്ഛന് എഴുന്നേറ്റു. നമുക്കറിയാം, നല്ല ഉറക്കത്തിൽ നിന്ന് അച്ഛന് എന്തുകൊണ്ടോ ഒരു സ്നേഹം കൊണ്ട് എൻ്റെ കൂടെ വന്നു. രാത്രിയിൽ അവിടേക്ക് ചെന്നപ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ വായു വലിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ അന്ത്യകൂദാശ കൊടുത്തു. അന്ത്യകൂദാശയുടെ അന്ത്യത്തിൽ ഈ അമ്മച്ചി എല്ലാവരെയും നോക്കി, പെട്ടെന്ന് കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കി. ഒരു കുട്ടി സ്കൂളിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ അമ്മയെ നോക്കി കൈവിഴിച്ച് കാണിക്കുന്നത് പോലെ അത്രമാത്രം സന്തോഷത്തോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി നല്ല ഒരു ചിരിയോടെ അമ്മച്ചി കണ്ണുകൾ അടച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ സമയത്ത് എൻ്റെ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴി. ഇവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഞാൻ കണ്ടറിഞ്ഞല്ല, കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് മതിച്ചുകൊണ്ട് എനിക്കറിയാതെ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകി. അപ്പോൾ ഈ ഒരു കുദാശയുടെ അന്ത്യത്തിൽ ഈ അമ്മച്ചിയുടെ ആത്മാവ് വേർപിരിഞ്ഞ് പോകുമ്പോൾ ഞാൻ അടുത്തതായിട്ട് ഓർത്ത ഒരു കാര്യം ഇതാണ്, ദൈവമേ, ഈ അമ്മച്ചിയുടെ കാലയിൽ ഒന്ന് തൊട്ട് തൊഴുതാരെന്താ?
അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആണിപ്പാടേറ്റ കരങ്ങളാണ് ഇത്, മക്കൾക്കായി ഓടിയ കരങ്ങൾ. ഈ കൈകളിലൊന്ന് ചുംബിച്ചാൽ എന്താ? അതായത് തള്ളിപ്പറഞ്ഞിട്ട് പോയ അപ്പനെ കൂട്ടിച്ചേർത്ത് പിടിച്ച കൈകളാണിത്. ഇത് ക്രിസ്തുവിന്റെ കരങ്ങളാണ്. ഞാനും നിങ്ങളും ഒക്കെ റിഫ്ലക്റ്റേഴ്സ് ആയിട്ട് മാറുന്നത് ഇവിടെയാണ്. മുഴത്തിന് 3000 പ്രാവശ്യം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവരല്ലേ? ഈ പ്രാർത്ഥനയുടെ ഒരു തുണ്ട് എവിടെയെങ്കിലും ഹൃദയത്തിൽ കിടന്നാൽ അത് മുറിയും. ആ മുറിഞ്ഞാൽ അവിടെ നിന്ന് ക്രിസ്തുവിന്റെ ചോര ഒഴുകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും താഴെ നിന്നൊരു വലിയ നിലവിളി കേൾക്കാം. ആശുപത്രിയുടെ ഇരുട്ടിൽ കഴിയുന്ന കെട്ടിടത്തിന്റെ ഓരോ ജാലകത്തിലും മഞ്ഞപ്രകാശത്തിന്റെ തുണ്ടുകൾ ഇങ്ങനെ തെളിഞ്ഞ് വന്നു. ആളുകളെല്ലാം ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ആ താഴെ നിന്ന് ഉയരുന്ന ശബ്ദം ഞാൻ ശ്രദ്ധിച്ചു. ആ ശബ്ദം എന്താണ് പറയുന്നറിയാമോ? എൻ്റെ മാലാഖ എന്നെ ഇട്ടേച്ച് പോയേന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഈ അപ്പച്ചൻ. ഒരു കാലത്ത് പറക്കമുറ്റാത്ത പ്രായത്തിൽ കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് പോയവൻ, ഭാര്യയെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കളഞ്ഞിട്ട് പോയവൻ, തൻ്റെതായിട്ടുള്ള വഴികളിൽ കൂടെ ജീവിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ തൻ്റെ ജീവിതയാത്രയിൽ വിശുദ്ധിയുടെ നന്മ കൊടുത്ത തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ നോക്കിക്കൊണ്ട്, ഈ താനൊന്നും കൊടുക്കാതെ തനിക്കെല്ലാം തന്ന പ്രിയപ്പെട്ട ആ അമ്മയെ നോക്കിക്കൊണ്ട് ആ മനുഷ്യൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, എൻ്റെ മാലാഖ എന്നെ ഇട്ടേച്ച് പോയേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യമുള്ള കാലത്ത് തിരിച്ചറിയാത്ത മാലാഖയെ ആരോഗ്യമില്ലാത്ത കാലത്ത് അയാൾ തിരിച്ചറിഞ്ഞു. ഞാനും നിങ്ങളുമൊക്കെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഓർക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം ഇത് തന്നെയാണ്. എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് ദൈവം നൽകുന്ന തിരിച്ചറിവാണ് അവനെ സ്നേഹിക്കാനുള്ള കഴിവ്, അവൻ്റെ കരുണയെ ധ്യാനിക്കാനുള്ള കഴിവ്, അവൻ്റെ സ്നേഹത്തോട് ഒട്ടി നിൽക്കാനുള്ള കഴിവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെയാണ്. പേർഷ്യക്കാരാണ് ആദ്യമായിട്ട് കുരിശ് എന്ന് പറയുന്ന ശിക്ഷാവിധി ലോകത്തേക്ക് കൊണ്ടുവന്നത്. യേശുക്രിസ്തു പിറക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് സൈറസ് ചക്രവർത്തിയുടെ മുത്തച്ഛൻ്റെ കാലത്താണ് ആദ്യമായിട്ട് കുരിശ് എന്ന് പറയുന്ന ശിക്ഷാവിധി കടന്നു വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്ത് മരത്തിൽ ആളുകളെ കെട്ടിയിടുമായിരുന്നു ശിക്ഷ ചെയ്താൽ. അതിനുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറെ കഴിയുമ്പോഴും മരത്തിൽ നിന്ന് എങ്ങനെയും അവർ ഊർന്നിറങ്ങിക്കഴിഞ്ഞാൽ പഴയ കുറ്റവാളികൾ കൂടുതൽ തീഷ്ണതയുള്ള കുറ്റവാളികളായിട്ട് മാറി കൂടുതൽ പേർക്കും ദ്രോഹം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് മാറി. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കുരിശിൽ തറച്ചു കൊല്ലുന്ന ഒരു രീതി വന്നു. അതുപോലെ തന്നെ അവർ യുദ്ധത്തിന് പോകുമ്പോൾ ഈ കുരിശും കൂടെ കൊണ്ടുപോകും. ആ കുരിശും കൂടെ കൊണ്ടുപോയിട്ട് ആരെയെങ്കിലും യുദ്ധത്തിൽ തടവുകാരായിട്ട് പിടിക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രമാണിമാരെയൊക്കെ ഇങ്ങനെ റോഡിന് സൈഡിൽ ഇങ്ങനെ കുരിശ് നാട്ടി കുരിശിൽ ഇങ്ങനെ തറച്ചിട്ടിട്ട് അവർ പോകും. അപ്പം അങ്ങനെ കണ്ട് എല്ലാവരും പേടിക്കണം. അപ്പം അതിനുവേണ്ടി ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു അത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേന് ഈ പേർഷ്യക്കാർ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേന് അവർ ചെന്നിട്ട് ഈ കാർത്തേജ് എന്ന് പറയുന്ന സ്ഥലം അവർ കീഴടക്കി. ഈ കാർത്തേജിലെ ആളുകൾക്ക് പിന്നീട് ഈ കുരിശുമരണത്തിൻ്റെ ഒരു ശിക്ഷാവിധി അവിടെയും വന്നു. അവിടെ വന്ന് ഈ കാർത്തേജുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ചരിത്രത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനിഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു. ഈ ഫിനിഷ്യൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ആദ്യമായിട്ട് അക്ഷരമാല കണ്ടുപിടിച്ചത്. നമ്മൾ ഇംഗ്ലീഷിൽ ABCD എന്നൊക്കെ പറയുന്നില്ലേ, അതിൻ്റെ പ്രാഗ്ഭാവം എന്ന് പറയുന്നത് ആൽഫ ബീറ്റ തുടങ്ങിയവയാണ്. നമ്മൾ ചില വണ്ടിയെടുക്കുക പേര് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. ഈ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എങ്ങനെ അറിയാം? അത് കാളയുടെ തല കണ്ടിട്ടാണ് ആ ഒരു അക്ഷരം ഉണ്ടാക്കിയത്. അതായത് 2 കൊമ്പ് മേളിലോട്ട്, നടുക്കൊരു മൂക്കയറ്, വായ താഴോട്ട്, ആൽഫ. അത് ഈ ഇംഗ്ലീഷ് അക്ഷരം A ആയപ്പോൾ നേരെ തിരിച്ചു വന്നു. എങ്ങനെയാണ്? കൊമ്പ് 2 താഴോട്ടായി, മൂക്കയറ് നടുക്കായി, തല പിന്നെ മുഖം മേളിലായി, അങ്ങനെ A ആയി. അടുത്തായിട്ട് ഈ വിത്ത് കണ്ടിട്ടാണ് ബീറ്റ ഉണ്ടായത്. അതിൽ നിന്നാണ് B എന്ന് പറയുന്ന വിത്തിൻ്റെ കണ്ടിട്ടില്ലേ, വിത്തിൻ്റെ ഷേപ്പ്. അപ്പോൾ അങ്ങനെയുള്ള B എന്ന് പറഞ്ഞ അക്ഷരം ഉണ്ടായി. അങ്ങനെ അക്ഷരമാലയുടെ പ്രാഗ്ഭാവം ഉണ്ടാക്കിയെടുത്തത് ഈ കാർത്തേജുകാരാണ്. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് റോമക്കാരുടെ കയ്യിൽ യേശുക്രിസ്തു കുരിശുമരണത്തിന് അർപ്പിക്കപ്പെട്ടത്? നമ്മൾ കാണുന്നുണ്ട്. യൂറോപ്പിന്റെ രാജാവായ സിഫിയോ ആഫ്രിക്കാനസ് എന്ന് പറയുന്ന അദ്ദേഹം BC 204 കാർത്തേജ് രാജാവായ ഹാനിബാൾ ബാക്കായെ തോൽപ്പിച്ചു. അപ്പോൾ യൂറോപ്പും കുരിശുമരണത്തിന്റെ ആ ഒരു രീതി പിന്തുടർന്നു. പക്ഷെ റോമാക്കാർ പ്രത്യേക ഒരു നിയമം ഉണ്ടാക്കി. റോമാക്കാരായ ഒരാളിനെ പോലും കുരിശിൽ തറച്ച് കൊല്ലാൻ പാടില്ല.
അപ്പം അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ പലയിടത്തും റോമാ പൗരൻ എന്നുള്ള ഒരൊറ്റ അഡ്രസ്സിൽ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നുണ്ട് പത്രോസ് ആകട്ടെ തലകീഴായി കുരിശിൽ മരിക്കാനായിട്ട് ഇടയായി. കാരണം അദ്ദേഹം റോമൻ പൗരനായിരുന്നില്ല. റോമൻ പൗരനെ കുരിശിൽ തറച്ചു കൊല്ലാൻ പാടില്ലായിരുന്നു അക്കാലത്തെ നിയമം അനുസരിച്ച്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് കുരിശ് മരണം? നമ്മൾ പലപ്പോഴും ഒരു പ്ലസ് ചിഹ്നമാണ് കുരിശായിട്ട് എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അക്കാലഘട്ടങ്ങളിൽ. അക്കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ കുരിശിന് ഒരു ലംബതലമുണ്ട്, ഒരു തിരച്ചീന തലമുണ്ട്. ഈ തിരച്ചീന തലം മാത്രമാണ് ഈ കുരിശെടുക്കുന്ന ആള് ഉപയോഗിക്കുന്നത്. ലംബതലം പട്ടാളക്കാരാണ് എടുക്കുന്നത്. അപ്പൊ ന്യായാധിപൻ പറയും, നീ ഓടുക, ഇയാളെ ക്രൂശിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പടയാളികൾ ഓടിച്ചെന്നിട്ട് ഈ തിരച്ചീന തലം, ഇങ്ങനെയുള്ള ആ തലം എടുത്തുകൊണ്ട് വരും. അത് ഇയാളുടെ കൈകൾ രണ്ടുകൂടെ പിന്നോക്കം പിടിച്ച് കെട്ടും, ഇങ്ങനെ മുന്നോട്ട് നടക്കണം. മറ്റേ ലംബതലം അവരെടുക്കും. അപ്പം അടുത്തായിട്ട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു കുരിശുമായി വീണു എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിന് തീക്ഷ്ണത അത്ര കണ്ടുകൊണ്ട് മനസ്സിലാകത്തില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ വീഴുമ്പോൾ ആദ്യം ചെയ്യുന്ന കൈകുത്തുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിന് അങ്ങനെ കൈകുത്താനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പിന്നോക്കം പിടിച്ചു കെട്ടിയ ഈ കൈകളുമായിട്ട് മുന്നോട്ട് കർത്താവ് നീങ്ങുമ്പോൾ മൂക്കടിച്ച് മുട്ടുകുത്തി വയറൊറിഞ്ഞ് നെഞ്ചൊരഞ്ഞ് അങ്ങനെയാണ് കർത്താവ് വീഴുന്നത്. കർത്താവ് വീഴുമ്പോൾ കണ്ടാൽ മനുഷ്യനെന്ന് തോന്നുക പോലും ചെയ്യാത്ത രീതിയിൽ അത്രമാത്രം മുറിവേറ്റു എന്ന് യെശയ്യാ പ്രവാചകന്റെ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു അവൻ്റെ വീഴ്ചകൾ അത്രയും എന്ന് നമ്മൾ ഓർത്തിരിക്കുക. അതാണ് നമ്മുടെ ജീവിതയാത്രയിൽ ഞാൻ വീഴേണ്ടിടത്ത് എൻ്റെ കർത്താവ് വീണു, അതിനാൽ എനിക്ക് കുരിശിനാലെ രക്ഷയുണ്ടായി എന്ന് നമ്മൾ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നു യേശുക്രിസ്തുവിന് പിലാത്തോസിന്റെ അരമനയിൽ നിന്ന് ഗോൽഗോത്ത വരെയുള്ള സ്ഥലം 2.5 കിലോമീറ്റർ ആയിരുന്നു. അപ്പൊ ഈ ഗോൽഗോത്തയുടെ പ്രത്യേകത തലയോടിടം എന്നുള്ള പേരാണ് ഗോൽഗോത്തായ്ക്കുള്ളത്. അവരുടെ വിശ്വാസം അനുസരിച്ച് ആദമിനെ കുഴിച്ചിട്ടത് ഈ ഗോൽഗോത്തയിലാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്, ഇസ്രായേൽക്കാർ. അപ്പൊ അതിൻ പ്രകാരം അങ്ങനെയാണ് ഈ തലയോടിടം എന്നുള്ള പേര്. അതായത് ആദത്തിന്റെ പാപത്തിന്റെ മുകളിലേക്ക് കർത്താവിന്റെ ചോര വന്ന് വീണ് ഈ ലോകത്തിലേക്ക് ചരിത്രത്തിൽ രക്ഷയുടെ ചരിത്രം കുറിക്കപ്പെടുകയാണ്. അവൻ നിത്യരക്ഷ സാധിച്ചത്, ഇബ്രാഹിം പറയുന്നു, അവൻ നിത്യരക്ഷ സാധിച്ചത് കോരാടുകളെ കാളക്കിടാങ്ങളുടെ രക്തത്താലല്ല, മറിച്ച് തൻ്റെ സ്വന്തം ജീവ രക്തത്താലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുരിശിലേക്ക് എപ്പോൾ കർത്താവ് ചേർന്നോ, എപ്പോൾ കുരിശിലേക്ക് കർത്താവ് ചേർന്നോ അന്നേരം മുതൽ അതിൻ്റെ ചരിത്രം മാറുകയാണ്. നമുക്കറിയാം, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് വേദോസ്തി പറയുന്നത് മണ്ണ് കുഴച്ചിട്ട് അവൻ്റെ നാസിയെ നിശ്വസിച്ചു. നിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ മൂക്കിൽ കൂടെ വരുന്ന ശ്വാസത്തിനെയാണ് നിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ ഞാൻ ചുംബിക്കുമ്പോഴാണ് എൻ്റെ നിശ്വാസവായു അയാളുടെ മുഖത്ത് തട്ടുന്നത്. അപ്പം മണ്ണാങ്കട്ടെ ദൈവം ചുംബിച്ചപ്പോൾ അത് മനുഷ്യനായിട്ട് മാറി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ ശ്വാസം തട്ടിയ കുരിശിൽ, ആ കുരിശിന് അന്ന് മുതൽ രക്ഷയുണ്ടാകുകയാണ്. ജീവന്റെ ശാപത്തിന്റെ കുരിശ് രക്ഷയുടെ കുരിശായി മാറുകയാണ്. എപ്പോൾ മുതൽ? യേശു ക്രിസ്തു ആ കുരിശ് എടുത്ത നാൾ മുതൽ. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ വളരെ പാടുപെട്ട് ഇങ്ങനെ കുരിശിൻ്റെ മുമ്പിലേക്ക് മുട്ടുകുത്തി നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: രക്ഷാ തന്ന ശ്ലീബായെ നമിച്ചിടുന്നു, നിന്നാഗമനെ ഓർത്തിടേണം എന്നെ നാഥ, ഏവം കള്ളഞ്ചൊന്ന പോലെ യാചിക്കുന്നേൻ. എനിക്ക് രക്ഷ തന്നതാണ് ഈ സ്ലീബ. രക്ഷയുടെ അടയാളമാണ് ഈ സ്ലീബ. വിജയത്തിന്റെ അടയാളമാണ് ഈ സ്ലീബ. ഈ സ്ലീബ പ്രകാശത്തിന്റെ അടയാളമാണ്. കാരണം ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാന നിൻ മഹത്യാഗത്തെ, പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ക്രൂശിൽ കണ്ട സ്നേഹം എന്നിലേക്ക് ഒഴുകി വരുന്നതാണ്. നമ്മൾ ഈ കുരിശെടുത്തൊന്ന് ധ്യാനിക്കാൻ നമുക്ക് എന്തുമാത്രം വകുപ്പുകളുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, പലപ്പോഴും ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈ കുരിശ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു കറയുന്നതോട് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വലിയ ആളൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ വലിയ അവകാശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ മനസ്സിൽ ദൈവം കോറിയിടുന്ന ചില ആശയങ്ങളുണ്ട്. അപ്പം എന്നോട് പറയുന്നൊരു വാക്കുണ്ട്,
ചാണകക്കുഴിയിൽ വന്നു പിറന്ന എന്നെക്കാട്ടിലും വലിയൊരു ദാരിദ്ര്യം നിനക്കുണ്ടോ? ദൈവം എന്നോട് ഈ കുരിശിങ്ങനെ എടുത്തങ്ങോട്ട് നോക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചോര ഇറ്റിറ്റ് വീഴുന്ന വാക്കുകളാണത്. എൻ്റെ ജീവിതയാത്രയിൽ ഞാനൊരു അപമാനഭാരത്താൽ സങ്കടപ്പെടുമ്പോൾ, ഭാരപ്പെടുമ്പോൾ കർത്താവ് എന്നോട് പറയും, നീ കുരിശിലേക്കൊന്ന് നോക്ക്. നീ കുരിശിലിപ്പോൾ കാണുന്നിരിക്കുന്ന ഒരു ഉടുതുണിയുള്ള യേശുവിനെയാണ്. പക്ഷെ ഉടുതുണിയില്ലാത്ത യേശുവാണ് കർത്താവായി നിന്റെ രക്ഷകനായി ഈ കുരിശിൽ പിടഞ്ഞ് മരിച്ചത്. മൂന്നാണിത്തുമ്പിൽ ദിക്കിനെ അളക്കിയെടുത്തിരുന്നവൻ അവന് മൂന്നാണുകളിൽ പിടഞ്ഞ് മരിക്കുമ്പോൾ നഗ്നനായി ഒരു വലിയ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മരിക്കുകയാണ്. അവനെ നോക്കിക്കൊണ്ട് അതുവഴി കടന്നുപോയവർ പരിഹസിച്ച് പറഞ്ഞു, നീ തന്നെത്താൻ രക്ഷിച്ചല്ലോ, ഇറങ്ങി വന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. ജീവിതയാത്രയിൽ ഇത്രമാത്രം വേദന എൻ്റെ പൊന്നുമകനെ നീ അനുഭവിച്ചിട്ടുണ്ടോ? ജീവിതയാത്രയിൽ നിന്റെ ജീവിതയാത്രയിൽ രോഗപീഠകളിൽ നീ പിടയുമ്പോൾ നീ ഓർക്കുക, നിന്റെ കരങ്ങൾ ഒന്ന് വിരിച്ചു പിടിക്കുമ്പോൾ നീ എത്രമാത്രം അസ്വസ്ഥപ്പെടുന്നു. ഇങ്ങനെ മണിക്കൂറുകളോളം കുരിശിൽ ചലനമറ്റ് കിടന്ന് പിടഞ്ഞു മരിച്ചവനാണ് ഞാൻ. അത്രത്തോളം വേദന നിന്റെ രോഗക്കിടക്കയിലുണ്ട്. അങ്ങനെ കുരിശിലേക്ക് നോക്കി, കുരിശിന്റെ രക്ഷയെ കണ്ട്, കുരിശിന്റെ പ്രകാശത്തെ കണ്ട്, ക്രൂശിതനെ നോക്കിക്കൊണ്ട് ജീവിതത്തെ പ്രത്യാശയുള്ളവരാകുവാൻ ദൈവം നമ്മളെ ഈ രാത്രിയിൽ വിളിക്കുകയാണ്. ആ ക്രൂശിൽ നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തെ കാണുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശിൻ്റെ വഴിയിൽ ഞാൻ കുറേ പോയിന്റ്സ് ഉണ്ട്, അതിനെ ഞാൻ ഒരെണ്ണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ കുരിശിൻ്റെ വഴിയിൽ പ്രകാശം ലഭിക്കുന്ന ഒരാളുണ്ട്. ആ മനുഷ്യന് ഇങ്ങനെ എൻ്റെ ഒരു ഭാവന അനുസരിച്ച് കുട്ടിത്തോർത്തും ഒക്കെ ഇങ്ങനെ തോളത്തിട്ട് ഇയാളിങ്ങനെ വേർപ്പൊക്കെ ഒതുക്കി ഇങ്ങനെ റോഡിൻ്റെ വശത്തായിട്ട് നിൽക്കുകയാണ്. ഇയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആളുകളെല്ലാം ഒന്ന് പോയിട്ട് വേണം തനിക്ക് തിരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് പോകാൻ എന്നുള്ള ചിന്തയാണ്. വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നവനാണവൻ. അദ്ദേഹം കൃഷിസ്ഥലത്ത് നിന്നാണ് വന്നത്. അയാളെ സംബന്ധിച്ചോളം കുരിശിൽ മരിക്കുന്നവൻ കൊടും കുറ്റവാളിയാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അവരുടെ വ്യക്തി തരാം. അതായത് എന്തുകൊണ്ടാണ് പേർഷ്യക്കാർ കുരിശിന്റെ ശിക്ഷ കൊണ്ടുവന്നതെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അതായത് ഈ ക്രൂശിതനായ ഒരാൾ, അതായത് കുറ്റവാളിയായ ഒരാളിന്റെ രക്തം ഭൂമിയിൽ വീണാൽ ഭൂമി പങ്കിലമാകും, ഭൂമി പാപമുള്ളതാകും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കുരിശിൽ തറച്ച് കൊന്നിരുന്നത്. അപ്പൊ ആ കുരിശിൽ തറച്ച് കൊല്ലുമ്പോൾ ഈ കുരിശിന്റെ താഴെയായിട്ട് അവർ പായും ഇലകളും ഒക്കെ ഇടുമായിരുന്നു. അതായത് ഭൂമിയിലേക്ക് ഇത് വീഴരുത്, മറിച്ച് പായേ വീഴണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് എന്ത് അറിയാം, കുരിശിൽ കിടക്കുന്ന ഏറ്റവും ട്രാജിക് ഡെത്താണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പച്ചമാംസം അരിക്കുമ്പോൾ തന്നെ കഴുകന്മാർ വന്നിറങ്ങും. കഴുകൻ വന്ന ആദ്യം ചെയ്ത് നമ്മുടെ കണ്ണുകൾ രണ്ടും കുത്തിപ്പൊട്ടിക്കും. പിന്നീട് ശരീരത്തിലെ മാംസം ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ അത് ആഹരിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും അവസാനം ഈ അസ്ഥി എല്ലാം കൂടെ തറയിൽ വീഴുമ്പോൾ അവരിതെടുത്ത് കത്തിച്ചു കളയും. ഭൂമി രക്ഷപ്പെട്ടു എന്നുള്ള ചിന്തയാണ്. പക്ഷെ ഇസ്രായേൽക്കാരുടെ കാര്യം വരുമ്പോഴേ അവര് യേശുക്രിസ്തു അടക്കപ്പെട്ടു എന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അത്ഭുതം എന്ന് പറഞ്ഞാൽ കുരിശുമരണത്തിൽ മരിക്കുന്ന ഒരാൾക്ക് പോലും അടക്കം കിട്ടത്തില്ലായിരുന്നു, നല്ല അടക്കം കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ അവരന്ന് ചെയ്തിരുന്ന ഇസ്രായേൽക്കാർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കുരിശി മരിക്കുന്ന ആളിന്റെ ബോഡി എല്ലാം കൂടെ ഏറ്റവും അവസാനം എല്ലും മുട്ടോ എല്ലാം കൂടെ എടുത്തിട്ട് ഏറ്റവും അവസാനം ഗഹന്ന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എറിയും. അതാണ്, അതിനെപ്പറ്റിയാണ് കർത്താവ് പറയുന്നത്, പുഴു ചാകാത്തതും അഗ്നി കെടാത്തതുമായ, തീ അണയാത്തതുമായ ഒരു സ്ഥലം എന്ന് പറയും. നരകത്തിന്റെ ഒരു പ്രതിരൂപമായിട്ട് ആ ഗഹന്നയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ഗഹന്ന എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, ഹെസക്കിയേൽ എന്ന് പറയുന്ന വിശ്രുതനായ നീതിമാനായ ദൈവഭക്തനായ രാജാവ് ദൈവത്തിന്റെ മുമ്പിൽ ആയുസ് നീട്ടിക്കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആയുസ് 15 കൊല്ലത്തേക്ക് നീട്ടിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ മകനായ മനാസയാകട്ടെ വളരെ ക്രൂരനായ ഒരു മനുഷ്യനും ഇസ്രായേലിന് ഏറ്റവും നാശമുണ്ടാക്കിയ ഒരു വ്യക്തിയുമായിരുന്നു. ആ മനാസ എന്ത് ചെയ്തെന്നറിയാമോ? മോളക്ക് എന്ന് പറയുന്ന അവരുടെ വിജാതീയ ദൈവത്തിന് തൻ്റെ മക്കളെ അടക്കം അനേകം മനുഷ്യരെ നരബലി നടത്തി. ആ നരബലി നടത്തിയ സ്ഥലമാണ് ഹിന്നോൻ താഴ്വര. ആ ഹിന്നോൻ താഴ്വരയാണ് ഗഹന്ന എന്നറിയപ്പെടുന്നത്. അവിടേക്കാണ് വലിച്ചെറിയപ്പെടേണ്ടത്. ഒരു കുരിശി മരിച്ച ആളിൻ്റെ ഡെബ്രിസ്, ആ ശരീരത്തിൻ്റെ അവശിഷ്ട ഭാഗങ്ങളെല്ലാം കൂടെ അവിടേക്കാണ് വലിച്ചെറിയപ്പെടേണ്ടത്. പക്ഷെ നമ്മൾ നോക്കുക, കർത്താവിൻ്റെ തിരുശരീരം അത് ഏറ്റവും പൂജ്യമാണ്, അതൊരു വേസ്റ്റ് ലാൻഡിൽ കിടക്കേണ്ടതല്ല എന്ന് ദൈവം നിശ്ചയിച്ചു. അതിനായിട്ട് എന്ത് ചെയ്യുന്നു? അരിമത്യക്കാരൻ ജോസഫ് അദ്ദേഹത്തിന്റെ വലിയ സ്വാധീനം ഉപയോഗിച്ച് നിക്കോദിമോസും ചേർന്നുകൊണ്ട് പിലാത്തോസിന്റെ അരിയിൽ നിന്നിട്ട് ഈ ശരീരം വാങ്ങിച്ചിട്ട് ഒരു കല്ലറ ഈ മരിച്ച കുരിശിനോട് ചേർന്ന് ഉണ്ടായിരുന്നു. ആ ഒരു ഉദ്യാനം ഉണ്ടായിരുന്നു. ആ ഉദ്യാനത്തിൽ ജോസഫിന് വേണ്ടി ഒരുക്കിയിരുന്ന കല്ലറയിലാണ്
അദ്ദേഹം യേശുക്രിസ്തുവിനെ അവിടെ അടക്കിയത്. ഒരിക്കലും യേശുക്രിസ്തുവിന് ഒരിക്കലും അവിടെ അത്രയും പൂജ്യമായ ഒരു സ്ഥലത്ത് അടക്കപ്പെടാൻ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷിയോ ഒന്നും നോക്കിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതസ്ഥിതിയോ ഒന്നും നോക്കിക്കൊണ്ട് അർഹതയുണ്ടായിരുന്നില്ല. പക്ഷേ ആ കല്ലറ ലോകം മുഴുവൻ നമിക്കുന്ന കല്ലറയാണ് എന്ന് ദൈവം തിരിച്ചറിഞ്ഞിരുന്നു. അപ്പം അതിൻപ്രകാരമാണ് കർത്താവ് ആ കല്ലറ അടക്കുന്നത്. പ്രിയമുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ ഓരോ കുരിശിൻ്റെ ഒപ്പവും ഒരു ഉദ്യാനം കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു വെയിലും മങ്ങാതിരുന്നിട്ടില്ല, ഒരു മഞ്ഞുകാലവും മാറാതിരുന്നിട്ടില്ല. ഓരോ ഇലപൊഴിയുന്ന കാലത്തിലും വീണ്ടും നമ്മുടെ ഇടയിലേക്ക് പൂക്കാലം വരുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ സുവിശേഷം ഒന്ന് ഓർത്തിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ശിമയോനെ പറ്റി പറഞ്ഞാണ് വന്നത്. ഈ ശിമയോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം ഈ കുരിശിൻ്റെ വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ പലപ്പോഴും വളരെ ആദരവോടെ നമ്മൾ ഈ കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോൾ, 5-ാം സ്ഥലമാണെന്ന് തോന്നില്ലേ? 5-ാം സ്ഥലമാണെന്ന് തോന്നുന്നു. 5-ാം സ്ഥലം ആകുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു കള്ളത്തരം പറയാറുണ്ട്. കർത്താവേ, ഈ അവസരത്തിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ ശിമയോനെ പോലെ ഞാൻ നിന്റെ പിന്നാലെ കുരിശെടുത്ത് നിന്റെ പിന്നാലെ അനുഗമിക്കുമായിരുന്നു. കർത്താവ് പൊട്ടിച്ചിരിക്കുകയാണ് സമയത്ത്. കുരിശി കിടന്നു പോലും കർത്താവ് പൊട്ടിച്ചിരിക്കും. കാരണം പള്ളിയിൽ വന്ന ഒരു പ്രാർത്ഥനാ പുസ്തകം എടുക്കാത്തവനാണ്, ഒരിച്ചിരി വെയിൽ കൂടി അവനെ പള്ളി വരാത്തവനാണ്. അവനാണ് കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നത്. ശിമയോനെ കണ്ടുകൊണ്ട് മഞ്ഞ് കൊള്ളണ്ട മോനേന്ന് കർത്താവ് പറയും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും വലിയ കള്ളത്തരം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ കുരിശിൻ്റെ വഴിയിലെ ഈ സമയം. ഞാൻ ഇന്ന് ആലോചിക്കുകയായിരുന്നു, ഞാനുമൊക്കെ ഇങ്ങനെ ഇവിടെ കുത്തിയിരുന്ന് നല്ല കസേരയിൽ, സ്പോഞ്ച് കസേരയിൽ വളരെ സുന്ദരമായിട്ടിരിക്കുമ്പോൾ പാവപ്പെട്ട സിസ്റ്ററും 2 കൊച്ചുങ്ങളും ഇവിടെ അമ്മാമ്മയും ഒക്കെ മാത്രം ഇങ്ങനെ നിന്ന് ഈ മണലിനകത്ത് നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇവരൊക്കെയാ ക്രിസ്തുമാർ. കാരണം കർത്താവിന് വേണ്ടി ഈ കുരിശിൻ്റെ വഴിയിൽ ഇത്രയും ത്യാഗം നമുക്ക് വേണ്ടി അവർ ഏറ്റെടുക്കുകയാണ്. നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ പ്രത്യേകത. നമ്മളൊക്കെ ആം ചെയർ സ്പിരിച്വാലിറ്റിയുടെ പാർട്ടായിട്ട് മാറുമ്പോൾ നമുക്ക് ഈ കുരിശുകളെ അകറ്റി കിട്ടാനായിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും. കഷ്ടസഹനശീലവും സഹനശീലവും ആത്മധൈര്യം പ്രത്യാശയും പ്രദാനം ചെയ്യുന്നു. കഷ്ടതയില്ലാതെ ആത്മധൈര്യമില്ല, ആത്മധൈര്യം ഇല്ലാതെ പ്രത്യാശയുമില്ല. അപ്പോൾ പ്രത്യാശയുടെ കർത്താവിലേക്ക് നോക്കണമെങ്കിൽ ആദ്യത്തെ തുടക്കം കുരിശിലാദ്യം തറയ്ക്കപ്പെടുന്ന സമയം മുതലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പലപ്പോഴും ഈ ഇൻഹരിയർ അങ്ങനെ ഒരു പഴയൊരു ഫിലിം ഓർക്കാനുണ്ട്. അപ്പോൾ ഉടനെ ഈ ഇൻഹരിയർ എന്നറിയില്ല, വേറൊരു ഫിലിമാണ്. ആ ഫിലിമിനകത്തിൽ ഈ ഇന്നസെന്റ് വന്നിട്ട് ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ വന്ന് താമസിക്കുമ്പോൾ ഒരു അമ്മച്ചി ഇങ്ങനെ ചട്ടയൊക്കെ ഇട്ടിട്ട് അവിടെ ചെന്നിട്ട് ചോദിക്കും, ക്രിസ്ത്യാനിയാണല്ലേ? വളരെ പരിചയപ്പെടാനുള്ള ഭാവമുണ്ട്. ഉടനെ ഇന്നസെന്റ് അങ്ങ് ചൂടായിട്ട് പറയുന്നുണ്ട്, എന്തിനാ പിടിച്ച കുരിശിൽ തറച്ച് കൊല്ലാനാണെന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്. കുരിശിൽ തറച്ച് കൊല്ലാനോ? നമ്മൾ ഒരു ക്രിസ്ത്യാനിക്കും കുരിശിൽ തറച്ച് കൊല്ലപ്പെടാനോ കുരിശിൻ്റെ ഒരു ചൂട്ടിൽ നിൽക്കാനോ ഒന്നും നമുക്കാർക്കും താല്പര്യമില്ല. നമ്മളതാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം യൂറോപ്പിൽ പോയപ്പോൾ അവിടെ വെച്ച് ഒരച്ഛൻ പറഞ്ഞതാണ്, കുരിശിൻ്റെ വഴിയായിരുന്നു, പെട്ടെന്ന് തീർന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചെന്താ? 3 സ്ഥലം കഴിഞ്ഞപ്പോഴത്തേന് ആളുകൾ ക്ഷീണിച്ചു. പിന്നെ 3-ാം സ്ഥലം കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലങ്ങൾ വീട്ടിൽ പോയിരുന്നു. വലിയ അമ്മ എല്ലാവരുടെ അവിടെ പോക്കിന് പോയി. ഇതാണ് പ്രിയമുള്ള സൗകര്യങ്ങൾ നമ്മുടെ തകർച്ച ഇത് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഹെസക്കിയയുടെ മകനായ മനാശെ ഏറ്റവും അവസാനം ഏറ്റവും ശപിക്കപ്പെട്ടവനായിട്ട് മാറി. ഹെസക്കിയ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് ആയുസിനെ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിലുണ്ടായ മകൻ ഏറ്റവും വലിയ ദുരിതം ഉണ്ടാക്കി. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തോട് ആവശ്യമില്ലാത്തതല്ല, ദൈവമേ നിന്റെ ഹിതം എന്താണോ അതുപോലെ എന്നെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കാവൂ. കാരണം ആവശ്യമില്ലാത്തത് ചോദിച്ചാൽ ദൈവം തമ്പുരാൻ തരും, തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ കുണ്ടിയായിട്ട് മാറും. ഞാൻ ആലോചിക്കുകയാണ്, ഒരമ്മയുടെ കാര്യം ഓർക്കണം. ഞാൻ അത് കുറ്റമായിട്ടൊന്നും പറയല്ല. ഒരമ്മ ഇങ്ങനെ ഒരു സ്ത്രീയെ അവർ അമ്മയാവണമെന്നുള്ള വലിയ ഉത്കടമായ ആഗ്രഹത്തിൽ ഏറ്റവും അവസാനം അവർക്കൊരു 60-ാമത്തെ വയസ്സിൽ ഇങ്ങനെ അനേകം ചികിത്സകളൊക്കെ ചെയ്ത് അവർക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് ഞാൻ ഓർക്കാറുണ്ട്, ഒരു കലോത്സവത്തിലൊക്കെ ആ കുഞ്ഞിൻ്റെ ഒരിതായിരുന്നു പ്രസൻറ്റേഷൻ. അതായത് ഈ കുഞ്ഞ് ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ ഏറ്റവും അവസാനം കുഞ്ഞ് ഇവിടെ മരിക്കുകയാണ്. അതായത് പൊന്നുപോലെ കൊണ്ടുവന്ന് നടന്ന കുഞ്ഞ് മരിക്കുകയാണ്. ആ വേദന, മൊണാക്ടിനൊക്കെ അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഈ അമ്മയുടെ വേദന അവതരിപ്പിച്ചാണ് കുട്ടികളെന്ന് പ്രൈസ് വാങ്ങിച്ചത്. അത് ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് അനുവദിക്കാത്ത ഒന്നും ദൈവമേ എനിക്ക് തരരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, എന്നെ നീ ഏറെ ധനവാനാക്കരുത്, ഞാൻ ദൈവം ആരെന്ന് ചോദിക്കും, ഏറെ ദരിദ്രനാക്കരുത്, ഞാൻ മോഷ്ടിക്കേണ്ടി വരും. ഇതിൻ്റെ അന്നിടയ്ക്ക് കർത്താവെ എൻ്റെ ആത്മാവ് ഊർന്നിടം വരെ ദൈവം നിൻ്റെ പരിശുദ്ധാത്മാവ് നിറവ് ജീവിപ്പാൻ എന്നെ അനുഗ്രഹിക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, ശിമയോന് അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പട്ടാളക്കാർ വന്നിട്ട് കൊങ്ങാക്കി പിടിച്ച് മുന്നോട്ട്
തള്ളിയിട്ട് പറഞ്ഞു, എടുക്കടാ കുരിശെന്ന് പറഞ്ഞു. കൽപ്പന കല്ലേ പിളർക്കുമെന്നാ. അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, കുരിശെടുക്കാനോ? നിങ്ങളെന്തായി പറയുന്നത്? കുരിശെടുക്കാനോ? നിങ്ങളെന്തായി പറയുന്നത്? ഞാൻ നല്ലതായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കർഷകനാണ്, പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാമോ? അദ്ദേഹം വളരെ ഒരു നീതിന്യായ ബോധത്തിന്റെ ഉത്തുംഗ തൃംഗങ്ങളിലേക്ക് ഉയരുകയാണ്. അതുതന്നെ പട്ടാളക്കാരൻ പിടിച്ച് ചെപ്പക്കുറ്റി കിട്ടുന്ന 4 വീക്ക് കൊടുത്തു. മര്യാദയ്ക്ക് എടുക്കടാ കുരിശെന്ന് പറഞ്ഞു. നമുക്കറിയാലോ, ഇന്ന് നമ്മൾ പലപ്പോഴും നമുക്കാർക്കും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഈ രാജ്യത്ത് ഇങ്ങനെ ജീവിക്കുന്നത്. നമുക്ക് 100 പ്രശ്നങ്ങൾ പറയാനായിട്ടുണ്ട്, പക്ഷെ നമ്മൾ പറയുന്നില്ല. കാരണം കൊങ്ങായ്ക്ക് പിടിക്കുന്ന ആളുകളെ പേടിച്ച് നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഈ ലോകത്ത്. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അധികാരമുള്ളവൻ എല്ലാം പിടിച്ചടക്കി ബാക്കിയുള്ളവരെ മുഴുവൻ അടിമകളാക്കുന്നു. ഒരു കാലത്ത് ചാതുർവർണ്ണയമായിരുന്നു, ഒരു കാലത്ത് ധാനത്തിന്റെ ആയിരുന്നു, ഇന്ന് വേറൊരു ആയിരുന്നു. കോർപ്പറേറ്റ് മാനേജുകൾ മുഴുവനായിട്ട് പിടിച്ചെടുത്ത് മാധ്യമങ്ങൾ സ്വാതന്ത്ര്യമില്ല, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, നമുക്ക് ആർക്കും ഒരു സ്വാതന്ത്ര്യം. നമ്മൾ പൈസ കൊടുക്കാനായിട്ടുള്ള കുറേ പാവപ്പെട്ട മനുഷ്യരെ. ഇവിടെ ആര് ജയിച്ചാൽ എന്തുവാ, ആര് തോറ്റാൽ എന്തുവാ? എനിക്ക് പലപ്പോഴും ആലോചിക്കണം, ഒരു രാഷ്ട്രീയക്കാരനും വിളിച്ചാലൊന്നും എനിക്കൊന്നും തോന്നാറില്ല. കാരണം ആര് ജയിച്ചാലും തോറ്റാലും നമുക്കൊന്നുമില്ല. കോരന്മാർക്ക് എന്നും കുമ്പിളിൽ കഞ്ഞി കൃത്യസമയത്ത് കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അരി ഉണ്ടെങ്കിൽ. അതാണ് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യം. ഈ സമയത്ത് നമ്മൾ കർത്താവിനെ അല്ലാതെ പിന്നെ ആരെയാണ് വിളിക്കുന്നത്? അതാണ് എനിക്ക് ഈ രാത്രിയിൽ ചോദിക്കാനായിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശിമിയോനെ പെട്ടെന്ന് ആ മനുഷ്യൻ പെട്ടെന്ന് ഈ കുരിശിലേക്ക് മുഖം ചേർക്കുകയാണ്. അയാൾ മുഖം ചേർക്കുന്ന എവിടെയാണ്? യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ നിശ്വാസം വീണ രക്ഷയുടെ ചിഹ്നമായ കുരിശിലേക്കാണ് അയാൾ തൻ്റെ മുഖം ചേർക്കുന്നത്. അന്ന് മുതൽ ശിമിയോന് രക്ഷയുണ്ടാകുന്നു. ശിമിയോന് രക്ഷയുണ്ടാകുന്നത് എങ്ങനെയാണ്? വേദപുസ്തകത്തിന്റെ താളിലേക്ക് വർഷങ്ങൾക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു കർഷകനായിട്ട് ഏകദേശം ഒരു 4-5 കൊല്ലം ഭാര്യയും കുടുംബവും മാത്രം ഓർക്കപ്പെടേണ്ട ഒരു മനുഷ്യൻ വേദപുസ്തകത്തിന്റെ താളിലേക്ക് തള്ളിക്കയറിയെങ്കിൽ അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ: കുരിശിന്റെ വഴിയിൽ നിന്നു കുരിശെടുത്തു എന്നുള്ളതാണ്. ആ കുരിശെടുത്തപ്പോൾ അവരുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയവനാണ് അവരുടെ 2 മക്കൾ, അലക്സാണ്ടറും റോപ്പോസും. ഇവന്മാർ 2 പേരുടെയും പേര് വേദപുസ്തകത്തിൽ വന്നു. അലക്സാണ്ടറിന്റെ റോപ്പോസിന്റെ പിതാവായ ശിമിയോൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ കുരിശെടുത്താൽ നമ്മുടെ മക്കൾക്ക് ഉയർച്ച ഉണ്ടാകും, ദൈവം അവരെ കാണും. ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മക്കൾ, എൻ്റെ പള്ളിയിൽ ഞാൻ ഒരു അമ്മയെ പറ്റി ഓർക്കാറുണ്ട്. പെരുവെളുപ്പിനെ 3 മണി മുതൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കൂടെ അവിടുന്ന് വന്നിട്ട് ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നില്ല. മക്കളൊക്കെ നല്ല നിലയിലാണ്, മക്കളൊക്കെ നല്ല നിലയിൽ വലിയ ഹൈ പ്രൊഫഷനിലാണ് അവരൊക്കെ ആയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നിന്റെ കണ്ണുനീരൊന്നും പാഴായി പോകുന്നില്ല എന്നുള്ള ചിന്ത നമുക്ക് വേണം. അത് ഞാൻ അച്ഛനോട് ചോദിക്കണം, കാരണം അച്ഛന് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അച്ഛൻ വളരെ പഞ്ച്വലാണ്, അച്ഛന് പെർഫെക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി എല്ലായിടത്തും ഇല്ലാത്തൊരു ഫ്രീഡം എനിക്കിവിടെ ഇല്ല. അതുകൊണ്ട് ബാക്കി എല്ലായിടത്തുള്ള ഫ്രീഡം അച്ഛനെടുക്കാൻ എനിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് ടൈമായെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ നോക്കുക, അങ്ങനെയാണ് കുരിശിന്റെ വഴിയിൽ ശിമിയോൻ വരുന്നത്. അടുത്തായിട്ട് വരുന്ന ഒരു മഹദി രത്നത്തെ കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് ക്ലോഡിയ പ്രോക്ലയാണ്. ക്ലോഡിയ പ്രോക്ല എന്നുള്ള പേര് വേദോസത്തിലുണ്ടോ? ഇല്ല. ക്ലോഡിയ പ്രോക്ല എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ പേര് വേദോസത്തില്ല. അത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ പീലാത്തോസിന്റെ ഭാര്യയാണ്. പീലാത്തോസിന് മഹത്വം ഉണ്ടായത് എങ്ങനെയാണ്? മഹത്വം എന്ന് പറഞ്ഞാൽ മഹത്വം എന്നതിനേക്കാളും കൂടുതൽ ഈ നമ്മൾ അയാളെ പറ്റി പരാമർശിക്കുന്നത് എന്തിനാണ്? മഹത്വമല്ല, പരാമർശം എന്തിനുകൊണ്ടാണ് വരുന്നത്? നമ്മൾ സർവശക്തിയുള്ള പിതാവായ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടവനായ നമ്മുടെ കർത്താവ്. പക്ഷേ ഈ കുരിശിന്റെ വഴിയിൽ കർത്താവിനെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന ഒരു തരുണീരത്നമുണ്ട്. ആ സ്ത്രീയുടെ പേരാണ് ക്ലോഡിയ പ്രോക്ല. ഇവര് റോമൻ സ്ത്രീയല്ല, അവര് യഹൂദ സ്ത്രീയാണ്. ഈ കയ്യാഫാസിന്റെ ഒക്കെ ബന്ധു കൂടിയാണ്. ഇവരൊരു ദിവസം ഇങ്ങനെ പല്ലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരിടത്ത് നിന്ന് മലയുടെ മുകളിൽ നിന്ന് ഉച്ചത്തിൽ വളരെ സുസ്മേരവദനായ ദീർഘകായനായ ഒരു യുവാവിന്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള ഗംഭീര ശബ്ദം അവരുടെ കർണപടങ്ങളിൽ പതിക്കുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു. ഇപ്പോൾ ദുഃഖിച്ചിരിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ഇങ്ങനെ സ്വർഗരാജ്യത്തിന്റെ ഉത്കടമായ അഭിനിവേശം ഉളവാക്കാൻ പര്യാപ്തമാകുന്ന രീതിയിൽ, ഈ ഉത്കടമായ ഹൃദയ താപങ്ങളെ ഉയർത്തുന്ന രീതിയിൽ
ഒരു പരിച്ഛേദനമായിട്ട് ആത്മാവിൻ്റെ അംശത്തെ കൂട്ടിച്ചേർത്ത് വിളക്കിയപ്പോൾ ഈ ക്ലോഡിയ പ്രോക്ല അറിയാതെ യേശുക്രിസ്തുവിൻ്റെ ആരാധികയായിട്ട് മാറി. അതാണ് അവൾ പറയുന്നത്, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. ചരിത്രം പറയുന്നത് പീലാത്തോസിന്റെ ജീവിതയാത്രയിൽ അദ്ദേഹം ടൈബർ നദിയിൽ ചാടി മരിച്ചു. അടുത്തായിട്ട് ക്ലോഡിയ പ്രോക്ല ഒരു മണലാരണ്യത്തിലേക്ക് പോയി അവർ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവർ യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നൽകി മരിച്ചു എന്നാണ് ചരിത്രം നമ്മുടെ മുമ്പിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു ക്ലോഡിയ പ്രോക്ലായെ ദൈവം തമ്പുരാൻ ഉയർത്തിയത് എന്തിലേക്കാണ്? ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക്. ഞാനും നിങ്ങളും ഒക്കെ ഓർക്കേണ്ടതാണ്, പീലാത്തോസ് യേശുക്രിസ്തുവിനെ ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വഴിയും സത്യവും ജീവനുമായവനോട് പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് സത്യം? അത് കഴിഞ്ഞിട്ട് പീലാത്തോസ് യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പറയുന്നതാണ് എന്താണ്? ഇതാ മനുഷ്യൻ. പക്ഷെ കുരിശിന്റെ വഴിയിൽ ഒരു മനുഷ്യൻ യേശുക്രിസ്തു ഏറ്റെടുക്കുന്ന എല്ലാ സഹനങ്ങളും കണ്ടുകൊണ്ട് നിന്നിരുന്നു, അയാളെ കണ്ടുകൊണ്ട് നടന്നിരുന്നു. ഈ പീലാത്തോസിന്റെ പട്ടാളത്തിൽ ഏറ്റവും ചെറിയ 10 പേരുടെ മാത്രം 100 പേരുടെ മാത്രം ചുമതലയുള്ള, ശതം 10 അല്ലെന്നോ, ദശം 10 ശതം 100, 100 പേരുടെ ചുമതല മാത്രമുള്ള ഒരു മനുഷ്യൻ, ആ ശതാധിപനായ മനുഷ്യൻ. ഈ പീലാത്തോസ് മനുഷ്യൻ എന്ന് പറഞ്ഞ് കർത്താവിനെ കൊടുത്തപ്പോൾ ഈ ശതാധിപൻ കുരിശിന് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് പറയുന്ന വാക്കുണ്ട്, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു, ദൈവപുത്രനാണ്. അതായത് ദൈവ മനുഷ്യനെ കണ്ടെത്താനായിട്ട് ഇനിയുമുള്ളത് നമ്മളാണ്. പീലാത്തോസ് മനുഷ്യൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് കുരിശുമരണത്തിന് ഏൽപ്പിക്കപ്പെട്ടവൻ, ശതാധിപൻ ആ മുഖത്തേക്ക് നോക്കി ദൈവപുത്രൻ എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ദൈവ മനുഷ്യനാണ് യേശുക്രിസ്തു. അതായത് യേശുക്രിസ്തു കുരിശിൽ മനുഷ്യനായി മരിക്കുമ്പോഴും അവനിലെ പരിശുദ്ധ ദൈവാത്മാവ് ഉണ്ട്. ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് വേദപുസ്തകം നമ്മളോട് പറയുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളെങ്കിൽ നമ്മൾ സൃഷ്ടിയുടെ ജീർണതയിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കണം. ദിവസം നമ്മൾ പറയുന്നു, സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് വിമുക്തമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നോട് എൻ്റെ ജീവിതയാത്രയെ ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ ഒരു ബന്ധുവായ ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം തീവണ്ടി എന്നാണ് വിളിക്കുന്നത്. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സിഗരറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും, പുക ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു ദിവസം അച്ഛനെ ചോദിച്ചാൽ പറഞ്ഞു, അച്ഛൻ എനിക്ക് എന്നോട് പറഞ്ഞു, എനിക്ക് നിർത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു 2 ദിവസമൊക്കെ നിൽക്കും. ഞാൻ പറഞ്ഞു നിക്കോടെക്സ് വാങ്ങിച്ചു. നിക്കോടെക്സ് ഒക്കെ എന്തു വെച്ചാൽ ഒന്നുമല്ല, ഇന്ന് ശരിയാവത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ വരുന്നത് പറഞ്ഞു. ഞാൻ പിന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗഹന്ന പോലെയുള്ള സ്ഥലമുണ്ട്, വേസ്റ്റ് എല്ലാം കൂടെ കിടക്കുന്ന സ്ഥലം, അവിടെ ഇങ്ങനെ തീ ഉയർന്നുകൊണ്ട്, ചാകാത്ത പുഴുവും കെടാത്ത തീയും ഇങ്ങനെ ഉയർന്നിടത്ത് ഒരുപാട് പുകയുണ്ട്. ആ പുക ശ്വസിച്ചാൽ അതിനേക്കാട്ടും കഷ്ടമാണ് ഇപ്പോൾ വലിച്ചു കയറ്റുന്ന ഈ പുക. അതിനും ഭേദം മറ്റേ ആ വേസ്റ്റ് ലാൻഡിൽ കിടന്ന് കത്തുന്ന ആ പുകയാണ്. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടൊക്കെ പറയാൻ ഉള്ളതാണ്. കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ, നീ ഇത്രയും കാലമായില്ലയോടാ, നീ +2 ആയില്ലയോ, ഇനി ഒരു പീടിയൊക്കെ വലിച്ച് പീടിയെടുക്കി പഠിക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് നിന്നെ വിളിക്കേണ്ട പിശാചെ നിന്റെ പാട്ടിന് പോകാൻ പറയണം. കാരണം എന്തറിയാമോ, കൂട്ടുകാരൊക്കെ അന്നേരേ ഉള്ളൂ. നിന്റെ തട്ടുകേടിൻ്റെ കാലത്ത് ഒരു കൂട്ടുകാരനും കാണില്ല. മയക്കുമരുന്നിനും മദ്യത്തിലും ഒക്കെ പെട്ടുപോയ നമ്മുടെ അനേകം മക്കളുണ്ട്. കൂട്ടായ്മയിൽ, വീട്ടിലൊക്കെ പള്ളിയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നമ്മൾ നല്ല കുട്ടികളെന്ന് പറഞ്ഞിരിക്കുന്ന ആൾ കുറേ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നിറങ്ങുന്നത് ചെകുത്താന്മാരായിട്ടാണ്. മാലാഖമാരെ വണ്ടിയിൽ കയറ്റിവിടും, തിരിച്ച് ചെകുത്താന്മാരായിട്ട് വന്ന് ഇറങ്ങും. അപ്പയെ കൊല്ലും, അമ്മയെ കൊല്ലും, വീട്ടുകാരെ കൊല്ലും. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്ത് കൊടുക്കാനാ? ഞാൻ ചോദിക്കും, ഇതൊക്കെ പഠിപ്പിച്ചിട്ട് എന്ത് കൊടുക്കാനാ? അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ മക്കളെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ തക്കവണ്ണം നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. യാക്കോബ് 4:8 പറയുന്നു, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും. നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, സങ്കീർത്തനത്തിനകത്തിൽ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, അങ്ങയുടെ അഭിഷേകം എന്നിലെ നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ ഒരു വീട്ടിലുയരുന്ന അമ്മയുടെ അപ്പൻ്റെയും പാർട്ടറാണ്. മക്കളുടെ ശിരസിൽ കൈവച്ച്, മോനെ എവിടെ പോയാലും ഈ അമ്മയും അപ്പനെയും മറക്കരുത്, അവരുടെ കണ്ണുനീരിറഞ്ഞ പ്രാർത്ഥനകൾ മറക്കരുത്, ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കരുത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, സൺഡേ സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടത്തില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ?
കെമിസ്ട്രിയുടെ ക്ലാസ്സിന് രാവിലെ ട്യൂഷൻ വിടുകയാണ്. ഇവൻ കെമിസ്ട്രിയുടെ ക്ലാസ്സിനാന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ ഇവള് കെമിസ്ട്രി ക്ലാസ്സിനെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും തിരക്കാറുണ്ടോ? ഒരിക്കൽ എനിക്ക് എൻ്റെ ഒരു അനുഭവമുണ്ട്. ഒരിടത്ത് ഒരമ്മ മോളെ രാവിലെ ഹോസ്റ്റലിൽ വിട്ടതാണ്. ഇറച്ചി വറുത്തമൊക്കെ കൊടുത്ത് അവിടെ ഫുഡ് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു വിട്ടാണ്. വൈകിട്ടായപ്പോഴത്തേന് ഫോൺ വരികയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അവളെ ഒരു ചെറുക്കനെ കൂടെ പിടിച്ചിവിടെ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഉടനെ പിന്നീട് പോവുകയാണ്. ഇതൊക്കെ നടന്ന സംഭവങ്ങൾ വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ പക്ഷേ സൺഡേ സ്കൂളിന് വന്നാൽ എന്തോ അന്വേഷണമെന്നറിയോ? സൺഡേ സ്കൂളിന് വന്നു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കൊച്ചിനെ വെയിലത്ത് നിർത്തിയോ, അയ്യോ അത് കരിഞ്ഞു പോകത്തില്ലേ, ആ കൊച്ചിൻ്റെ ചെവിക്കുന്ന പിടിച്ചെങ്കിൽ കിളുന്ന ചെവിയല്ലേ, ചെവി അടന്നു പോകത്തില്ലയോ, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പണ്ട് നമ്മുടെ അപ്പച്ചന്മാരുണ്ടായിരുന്നു, പള്ളിയുടെ പുറകിൽ നിന്ന് അങ്ങോട്ട് എന്നിട്ട് ചെവിക്ക് പിടിച്ച് നല്ല കറക്കം അങ്ങോട്ട് കൊടുക്കുമായിരുന്നു എന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ. ഇന്നൊന്ന് ചെവിക്ക് പിടിച്ചാൽ ഉടനെ പോക്സോ കേസ്, അതിൻ്റെ അപ്പുറത്തെ കേസ്, ഇപ്പുറത്തെ കേസ്, 100 കൂട്ടം കേസ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, അനുസരണമില്ലാത്ത ശിക്ഷണമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ വിലമതിക്കുന്നത്, ദൈവത്തെ റോമാലേഖനത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയവർ കരുതിയത് കൊണ്ട് അധമ വിചാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ഇതാണ് സത്യത്തിൽ ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയാണ്, വേദോസം എടുക്കുന്ന പോരായ്മയാണ്, പ്രാർത്ഥിക്കുന്ന പോരായ്മയാണ്. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടന്മാർ കൂട്ട് കുളിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തെ അംഗീകരിക്കുന്നത്, നിനക്ക് ഭക്ഷണം തന്ന, ആയുസ്സിന്റെ ദിനങ്ങളിൽ ഒരു ദിനം കൂടി എണ്ണാൻ നിന്നെ പഠിപ്പിച്ച നിന്റെ ദൈവത്തെ അംഗീകരിക്കുന്നത് നീ പോരായ്മയായിട്ട് എന്ന് കാണാൻ തുടങ്ങിയോ അന്ന് മുതൽ 10, 9, 8, 7, 6, 5, 0 എന്ന് എണ്ണാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് പ്രിയപ്പെട്ട ദൈവത്തിനെ ഓർക്കുക. ഈ രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങളൊരു പ്രസംഗം കേട്ട് പോവുകയല്ല വേണ്ടത്, മറിച്ച് എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവിനെ നിന്നിലേക്ക് ഉയർത്തുവാൻ, ലോകം മുഴുവൻ ഞാൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടമായാൽ സർവവും നഷ്ടമായി എന്ന ചിന്തയോടെ ജീവിപ്പാൻ ദൈവമേ എനിക്ക് അനുഗ്രഹവും കൃപയും നൽകണമേ. എൻ്റെ ആത്മാവിനെ വിശുദ്ധിയുടെ കൂടാരങ്ങളിൽ വസിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ തികവിൽ എന്നെ വഴി നടത്തണമേ എന്ന് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനും സ്നേഹവാനുമായ സ്വർഗപിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണമേ ദൈവമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളെ ഈ ചെറിയവരിൽ ഒരാളെ പോലും നിന്ദിക്കുവാൻ കർത്താവെ ഇടയാകരുതേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാൻ ഇടയാകരുതേ. ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായിട്ട് തന്ന ഞങ്ങളുടെ മക്കൾ ഒരിക്കലും നശിച്ചു പോകാനായിട്ട് കർത്താവെ വിട്ടുകൊടുക്കരുതേ. അവര് കുടുംബത്തെപ്പറ്റി ചിന്തയുള്ളവരും ദൈവാശ്രയബോധത്തിൽ ബലപ്പെടുന്നവരും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരും ദുശ്ശീലങ്ങളില്ലാത്തവരായി ജീവിപ്പാനും തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെ ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, നിന്റെ കുരിശെടുക്കുന്ന ഒരു പോഷത്വമായിട്ട് കാണുവാൻ ഒരിക്കലും ഞങ്ങൾക്ക് ഇടയായിരുതേ കർത്താവെ. വിജാതിയർക്ക് പോഷത്വവും യഹൂദർക്ക് ഇടർച്ചയുമായിരുന്ന കുരിശിനെ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവ് മാറയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നല്ലവനും വിശ്വസനുമായ പ്രത്യായെന്ന് ഞങ്ങളെ വിളിക്കുന്നവർ അനുഗ്രഹം ലഭിക്കാൻ തക്കവണ്ണം ദൈവമേ, ആത്മാവിൻ്റെ ദിനങ്ങളിൽ ഞങ്ങൾക്ക് ഈ ദിനം ഉതകുമാറാകണമേ. പിന്നിലുള്ളവയെ ഞങ്ങൾ മറക്കുന്ന കർത്താവെ, മുന്നിലുള്ള ഞങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചുകൊണ്ട് വിശുദ്ധിയിൽ നന്മയിൽ ജീവിപ്പാൻ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആക്കി തീർക്കണമേ. ക്രൂശിൽ കണ്ടു ഞാൻ ആഴമാനിൻ മഹാത്യാഗത്തെ, പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ.